السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه. സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി നമ്മൾ ഇവിടെ സൂറ ആൽ ഇമ്രാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണല്ലോ അല്ലേ. മാഷാ അല്ലാ. ഒരു ജൂൺ ഫസ്റ്റ് മോഡിലായിരിക്കും അല്ലേ. സ്കൂളൊക്കെ തുറന്ന് പഴയ ആൾക്കാർക്ക് ഫ്രണ്ട്സിനെ ഒന്ന് കാണാനൊക്കെ ഉള്ള ഒരു ഇഷ്ടം, എല്ലാവരുടെയും പുതിയ ബുക്കും പുതിയ പെന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ. മാഷാ അല്ലാ. പുതിയ ആളുകൾക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ആയിരിക്കും. ഇതെന്താ ഇത്, ഇവിടെ എന്താ നടക്കാൻ പോണേ, ഇവരിവിടെ എന്താ ചെയ്യാൻ പോണേ അല്ലെ. ഖുർആൻ ഓതി ഇട്ട് കൊടുക്കണോ, തജ്വീദ് കറക്ഷൻ ആണോ അല്ലെ, എത്ര ആയത്ത് പഠിക്കേണ്ടി വരും, അങ്ങനത്തെ ആങ്സൈറ്റീസ് വേറൊരു സൈഡിലും. ഓക്കെ, അപ്പം എല്ലാ ജൂൺ 1 പോലെ നമുക്കിന്ന് ഹാഫ് ഡേ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. ഹാഫ് ഡേ ക്ലാസ് എന്ന് വെച്ചാൽ സാധാരണത്തെ സമയമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരുപാട് ഹെവി കണ്ടന്റ് ഒന്നുമില്ല. പഴയ ആൾക്കാർക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സൂറ ആൽ ഇമ്രാന്റെ ആയ നമ്പർ 1 and 2 നിങ്ങൾ ഓൾമോസ്റ്റ് സൂറ ബക്കറയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ പുതിയതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. പുതിയ ആളുകൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് അവരും അൽഹംദുലില്ലാഹ് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും അവർ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ദുആ ചെയ്യാം. നമ്മുടെ ചിന്തകളിലും പുതിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കണം. അവരെങ്ങനെയെങ്കിലും ആർക്കെങ്കിലും പോകണം തോന്നിക്കഴിഞ്ഞാൽ അവരെങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ളത് നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലൊക്കെ ഉണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഈ യാത്രയുടെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. നമ്മൾക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ, നമ്മൾക്കൊരിക്കലും മാറ്റം വരുത്താന്ന് പറ്റൂല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഈ യാത്രയിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം ആർക്കല്ലേ നമുക്ക് ഒരു ഗുണം കിട്ടിയ വേറുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത്. അപ്പം എല്ലാവരും പഴയ ആൾക്കാർ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ഇമ്പോർട്ടൻസ് മൊത്തം നമ്മൾ പുതിയ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ്. പഴയ ആൾക്കാർ പോവല്ലേ, നിങ്ങൾക്ക് കേൾക്കാനുള്ളതുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യുക, പുതിയ ആൾക്കാരൊക്കെ അവരെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും അല്ലേ. ഇവിടെ ഇപ്പൊ നമുക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള വകുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ പോകെ പോകെ പരിചയപ്പെടും കേട്ടോ. ഇവിടെ പുതിയ ആൾക്കാരൊന്നും വിചാരിക്കേണ്ട അത്രയും വലിയ ക്രൗഡ് അല്ലെ. ഇപ്പം ഗ്രൂപ്പുകളൊക്കെ തന്നെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 6ാമത്തെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തവരുണ്ടാവും. അപ്പൊ ഇത്രയും വലിയ ക്രൗഡിൽ എങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗ്രൂപ്പിൽ പല 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 സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹിന്റെ ഖദറിൽ. അവരിലേക്ക് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ എവിടുന്നാന്ന് മനസ്സിലാവാതെ എങ്ങനെയാന്ന് മനസ്സിലാവാതെ കിട്ടിയ ഒരുപാട് അള്ളാഹിന്റെ മാർഗത്തിലുള്ള സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ നിങ്ങൾക്കും അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള സമയം അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, അപ്പം കുറച്ചു നേരം പഴയ ആൾക്കാരൊക്കെ ക്ഷമയോടെ കൂടി നല്ല കുട്ടികളായിട്ട് ബോർഡിൽ പേരൊന്നും എഴുതിക്കാത്ത പോലെ അടങ്ങിയിരിക്കുക. ഓക്കെ, പുതിയ ആൾക്കാരുടെ അടുത്ത് പറയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ക്ലാസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂളിനെ കുറിച്ച് പറയാം. നമുക്ക് എല്ലാ ആഴ്ചയും ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പം ആഴ്ചയിൽ 2 ലൈവാണ് നമുക്ക് നടക്കുക. അതായത് ബുധനും വ്യാഴവും രാവിലെ 9 മണി ഇന്ത്യൻ സമയമാണ് നോർമൽ ടൈം. ചെറിയ വ്യത്യാസങ്ങളൊക്കെ മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് തലേ ദിവസം എന്തായാലും നിങ്ങളെ ഫ്ലയർ പോസ്റ്റർ ഇട്ടിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ എല്ലാവരും മെയിൻ ഗ്രൂപ്പിൽ ഓക്കെ, ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തവരും നൂറുസുദരി മെയിൻ ഗ്രൂപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി ആ മെയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കണം. മെയിൻ ഗ്രൂപ്പിലാണ് ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റ്സും വരാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിങ്, ടീച്ചർ റെക്കോർഡിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ട് ലൈവ് മിസ്സായാലും നിങ്ങൾക്ക് റെക്കോർഡിങ് കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ ടീച്ചർ നോട്ട്സ്, അതായത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന നോട്ട്സ് ഷെയർ ചെയ്യും. പ്ലസ് സുബ്ഹാനല്ലാഹ് നമുക്ക് വളരെ ഭംഗിയായിട്ട് നോട്ട്സ് എഴുതി തരുന്ന ഒരു സഹോദരി ഉണ്ട്.
മൂപ്പരുടെ നോട്ട് റെഡി ആയാലും മൂപ്പരും ക്ലാസ്സിൽ ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലഹ. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി തരുന്നതായിരിക്കും. അപ്പൊ ആരും ഒന്നും ബേജാറാവണ്ട. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ഇവിടെ പഠിക്കുന്നതെന്ന്, കാരണം പുതിയ ആൾക്കാർ ഇതെന്താ ഇത്ര പറയാൻ, പക്ഷെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. എത്ര ആയത്ത ടീച്ചറെ ഓതി കൊടുക്കണ്ടേ, എങ്ങനെയാ കറക്ഷൻ ഒക്കെ. ഇത് നമ്മൾ സുബ്ഹാനല്ലാഹ് ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഖുർആനിലെ ഓരോ വാക്കുകളും ഓരോ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് അള്ളാഹ് നമ്മളെ അടുത്ത് പറയുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനും ഇനി ഓതാൻ അറിയാത്തവർക്ക് ഓതാൻ പഠിക്കാനും ഹിഫ്ള് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹിഫ്ള് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരിമാർ പല രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാം. പക്ഷെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ ലൈവ് സെഷനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. അടുത്തത് എന്ത് പഠിച്ചാലും നമ്മളൊരു എക്സാം എഴുതണമല്ലോ അല്ലെ, അപ്പോഴേ ഒരു ഹരമുള്ളൂ. നമ്മൾ പഠിച്ചത് എന്താന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് 2 ആഴ്ചയിലെയും ഈ 2 ലൈവ് സെഷൻ, ഓൾമോസ്റ്റ് 4 സെഷൻ കഴിയുമ്പോൾ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ചില ആഴ്ചകളിൽ അത് 4 ഒരു ക്ലാസ് ക്യാൻസൽ ആയിട്ട് 3 ആവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ തോതിൽ മാറും. പക്ഷെ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ഗ്രൂപ്പുകളിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം 4 സെഷന് ശേഷം ഒരു ലൈവ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് ഞായറാഴ്ചകൾ, അതായത് 2 ആഴ്ച കൂടുമ്പം ഞായറാഴ്ച രാത്രി 10 മണിക്ക് ഇന്ത്യൻ ടൈമിൽ ഗ്രൂപ്പിൽ ഫോം പോസ്റ്റ് ചെയ്യും. ഒരു ഗൂഗിൾ ഫോം ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യന് 4 ആൻസറോ 5 ആൻസറോ ഉണ്ടാവും. നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം ഏതാണ്. അതുകൊണ്ട് ആരും കുറേ കാര്യങ്ങൾ ബൈഹാർട്ടൊന്നും പഠിച്ചു വരണ്ട. നിങ്ങൾ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പുതിയ ആളുകൾ ആദ്യം ഭയങ്കര പ്രയാസമായിട്ട് തോന്നും, അതൊക്കെ കുറേ പഠിക്കേണ്ടതെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലാസ് കേൾക്കുക, പറ്റുമെങ്കിൽ നോട്ടും വായിച്ചു നോക്കുക, എക്സാം എഴുതിക്കോ. മാർക്കൊന്നും പ്രശ്നമല്ല. ഇവിടെ മാർക്ക് എന്നുള്ളത് ഒരു വിഷയമല്ല. ഓക്കെ, മാർക്ക് വാങ്ങാൻ വേണ്ടിയല്ല നമ്മളെ ടെസ്റ്റ് എഴുതുന്നത്. നമ്മൾ കറക്റ്റ് സമയം ആകുമ്പോഴേക്ക് ക്ലാസ്സുകൾ കേട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടാർജറ്റ്. കാരണം ഇതൊന്നും നമ്മളെ സ്കൂളിലൊന്നും ചേർത്ത് ഫീസൊന്നും കൊടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല അല്ലെ. ഉമ്മയും വാപ്പയും വന്ന് ചോദിക്കാനില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആവട്ടെ എന്നുള്ള ചിന്ത ഭയങ്കര അധികമായിരിക്കും. പ്രത്യേകിച്ച് ഇബ്ലീസ് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഒരു സമയം വെച്ച് ആ സമയത്ത് ഒരു എക്സാം വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സാമിന് കൃത്യം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ളിൽ അത് കേട്ട് തീർക്കും. അതിനുവേണ്ടി മാത്രമാണ് സുബ്ഹാനല്ലാഹ് നമ്മളുടെ ഈ ഒരു എക്സാം സിസ്റ്റം. അതുകൊണ്ട് മാർക്ക് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് കളഞ്ഞേക്ക്. മാർക്ക് വാങ്ങാം, നമുക്ക് മെല്ലെ അടിപൊളിയാവാം. അപ്പോൾ മാർക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആരും ബൈ ഹാർട്ട് പഠിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. എക്സാമിന് എന്താ വരാന്ന് വെച്ചാൽ വേർഡ് അനാലിസിസ്. നമ്മളിവിടെ തഫ്സീറിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ കുറച്ച് വാക്കുകളെ കുറിച്ച്, അതായത് ഖുറാനിലുള്ള ആ ഓരോ വാക്കുകളെ കുറിച്ചും അതിന്റെ റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ച്, അർത്ഥം, ഗ്രാമർ നമ്മൾ മുമ്പ് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം പുതിയ ആളുകളെ മാനിച്ച് ഗ്രാമേഴ്സ് ചോദിക്കാറില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ തഫ്സീറിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം. പ്ലസ് എക്സ്ട്രാ ആയിട്ട് ഒരു തദബ്ബുർ സെക്ഷൻ ഉണ്ടാവും. തദബ്ബുർ എന്നൊക്കെയുള്ള വാക്ക് പുതിയതായിട്ട് കേൾക്കുന്നവരൊന്നും പേടിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ചിന്തിക്കുക. ഖുർആൻ എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് തദബ്ബുർ. അതിൽ നിങ്ങളൊന്നും ആൻസർ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ചോദ്യമാണ്. അതിന് മാർക്കും ഉണ്ടാവില്ല. അപ്പം സിമ്പിളാണ് ആ ഒരു കാര്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് വരിക. ഇപ്പം ഇവിടെ നിങ്ങൾ ഈ റൂട്ട് ലെറ്റർ എന്ന് കേട്ടപ്പം ചിലപ്പം ചിലർക്കൊക്കെ പുതിയ ആളുകളായതുകൊണ്ട് പേടിയുണ്ടാവും. നമുക്ക് നിങ്ങൾ പുതിയ ആൾക്കാർക്ക് നിങ്ങൾ ആദ്യം കേട്ടിരിക്കേണ്ട ഒരു 3-4 ക്ലാസ്സുകളുണ്ട്. അത് നമ്മൾ ഇന്ന് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അതായത് റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, പിന്നെ സൂറത്തുൽ ബഖറയുടെ ഇൻട്രൊഡക്ഷൻ മാത്രം, സൂറത്ത് ഫാത്തിഹയുടെ അല്ലെങ്കിൽ തഫ്സീറിന്റെ ഇൻട്രൊഡക്ഷൻ, ഈ 3-4 ക്ലാസ്സുകൾ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ കഴിയുന്നതും നെക്സ്റ്റ് വീക്കിന്റെ ക്ലാസ്സിന്റെ ഉള്ളിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വിട്ടാൽ മതി. ഒരുപാട് പഠിക്കണം എന്നൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്രയും ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ആവും ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ സാവധാനം സെറ്റ് ആയിക്കോളും. റൂട്ട് ലെറ്റേഴ്സിന്റെ കാര്യമൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നമുക്ക് വേറൊരു എന്താ പറയാ, സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് മെയിൻ ഗ്രൂപ്പിൽ നിന്നുകൊണ്ടും പഠിക്കാം, സബ് ഗ്രൂപ്പിൽ നിന്നുകൊണ്ടും പഠിക്കാം. സബ് ഗ്രൂപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലീഡർ ഉണ്ടാവും. ലീഡർ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. എക്സാം വരുമ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ആൻസർ പറഞ്ഞു തരും നല്ല കേട്ടോ, ഇങ്ങനെ എക്സാം എഴുതണ്ടേന്ന് പറഞ്ഞു തരും. അങ്ങനെ ഇനി ഈവൻ ചിലപ്പം റൂട്ട് ലെറ്റേഴ്സിന് വേണ്ടിയിട്ടും ചില സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം സബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മൾ സബ് ഗ്രൂപ്പിന്റെ ലിങ്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും സർക്കുലേറ്റ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം സബ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, സബ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റിന് വേണ്ടിയുള്ള സപ്പോർട്ടും വേറെ എക്സ്ട്രാ കുറച്ച് ആക്ടിവിറ്റീസ്, ഇപ്പം ഈ അടുത്തൊക്കെ നമ്മൾ സബ് ഗ്രൂപ്പിന് മാത്രം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ആക്ടിവിറ്റീസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ആവും. പിന്നെ എനിക്ക് പറയാൻ ഇടയ്ക്ക് മിസ്സായി പോയ ഒരു സാധനം,
വീക്ക്ലി റിഫ്ലക്ഷൻസ് ചൊവ്വാഴ്ചകളിൽ നമ്മൾ മെയിൻ ഗ്രൂപ്പ് ലോക്ക്ഡ് ആയിരിക്കും, എല്ലാ മെയിൻ ഗ്രൂപ്പും അഡ്മിൻ ഓൺലിയാണ്. ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഓപ്പൺ ചെയ്യും. അത് റിഫ്ലക്ഷൻസിന് വേണ്ടിയിട്ടാണ്. എന്താ റിഫ്ലക്ഷൻ അറിയാത്തവരുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, തദബ്ബുർ. അതായത് ഖുർആനിലെ ഓരോ ആയത്തും നമ്മൾ മനസ്സിലാകുമ്പോൾ നമുക്ക് ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പം ആ ഖുർആനെ കുറിച്ചുള്ള ആലോചനകൾ, ചിന്തകൾ പലരും ഷെയർ ചെയ്യും. പുതിയ ആളുകൾക്ക് ചിലപ്പോൾ പഠിച്ചനെ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിയേക്കാം. പ്രശ്നമാക്കണ്ട, മെല്ലെ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു സമയത്തുമ്പോൾ നിങ്ങളും അടിപൊളിയാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് എന്ത്, ഈ റിഫ്ലക്ഷൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയം ചൊവ്വാഴ്ചകൾ. അപ്പൊ നിങ്ങൾ ആദ്യം മറ്റുള്ള സിസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കുക, എന്നിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് എപ്പോൾ പറ്റുമോ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങുക. ഈ പഴയ സിസ്റ്റേഴ്സ് ഉഴപ്പരുത് കേട്ടോ, നിങ്ങളാണ് മാതൃകകൾ. അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എങ്ങനെ റിഫ്ലക്ഷൻ ചെയ്യാം, എങ്ങനെ ജീവിതവുമായിട്ട് ഖുർആനെ ബന്ധപ്പെടുത്താം, ഏത് രീതിയിൽ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്നുള്ളത് സുബ്ഹാനല്ലാഹ് നിങ്ങൾ വേണം കാണിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പം അതാണ് വീക്ക്ലി റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും മിസ്സായോ? ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഖുർആനിലേക്കുള്ള യാത്രയാണ്, ഖുർആനിലൂടെയുള്ള യാത്രയാണ്. അത്ര എളുപ്പാവില്ല. പരീക്ഷണങ്ങൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, മടി വരും, പല പല തിരക്കുകൾ വരും. സുബ്ഹാനല്ലാഹ്, പേടിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി, അള്ളാഹിന്റെ സഹായത്തോടു കൂടി എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ പറ്റും. അള്ളാഹിന്റെ സഹായത്തോടു കൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും സൂറത്ത് ഫാത്തിഹയുടെ ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞ ഇൻട്രൊഡക്ഷനും സൂറത്തുൽ ബഖറയുടെ ഇൻട്രൊഡക്ഷനും. അതുകൊണ്ട് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ എന്തായാലും കേട്ട് നോക്കണം. കാരണം നിങ്ങളുടെ മുമ്പിൽ വലിയ തടസ്സങ്ങൾ വരും, എന്തായാലും വരും. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് എടുക്കുമ്പോൾ മൂപ്പർക്ക് തീരെ അത് ഇഷ്ടാവില്ല, ഇബ്ലീസിന് തീരെ ഇഷ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയും നോക്കും, ഇവള് ശരിക്കും തന്നെ ആണോ, ശരിക്കും സ്പീഡ് കൂടുതലാണ്. ഓക്കെ, ഇവള് ശരിക്കും തന്നെ ആണോ പറയുന്നത് എന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയും ഒന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ടെസ്റ്റുകളൊക്കെ പരീക്ഷിക്കുക, അള്ളാഹിന്റെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക, അതിന് വേണ്ട പ്രൊട്ടക്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി വേറൊരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വരാൻ പോണത്, ഇതിപ്പം ആലിമ്രാനിൽ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? പെർഫെക്ഷൻ എന്നുള്ള ഒരു ചിന്ത വേഗം ഇബ്ലീസ് കൊണ്ടുവരും. ആദ്യം മുതൽ തുടങ്ങണ്ടേ, ഫാത്തിഹ മുതൽ തുടങ്ങണ്ടേ? സുബ്ഹാനല്ലാഹ്, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിഹ അല്ല ആദ്യം കൊടുത്തതല്ലേ? എവിടെയാ, എന്താ കൊടുത്തേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂറ അലക്കാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഓരോ സഹാബാക്കൾക്കും വേറെ വേറെ ആയത്തുകളാണ് കൊടുത്തത്. അവര് ഓരോന്നിലാണ് തുടങ്ങിയത് അല്ലെ? ഓരോരുത്തരും ഓരോ ലെവലിൽ നിന്നാണ് തുടങ്ങിയത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് എവിടെയാ കിട്ടിയത്? സൂറ ത്വാഹയിലാണ് തുടങ്ങിയത് അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ, ആൽ ഇമ്രാന്റെ ആദ്യത്തെ 1ഉം 2ഉം ആയത്തുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലീമാണ്, അള്ളാഹു അൽ ഹാദിയാണ്. അള്ളാഹ്ക്ക് അറിയാം കറക്റ്റ് നിങ്ങളെ എവിടെ സെറ്റ് ആക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം, ഇതാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആയാന്ന് മനസ്സിലാക്കുക. കാരണം ഖുർആൻ എന്ന് പറയുന്നതുണ്ടല്ലോ സാധാരണ ഒരു ബുക്കല്ല. ആ ബുക്കിന്റെ ആദ്യം മുതൽ വായിച്ചാലേ എനിക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്നുള്ളല്ലേ. ഖുർആൻ എന്ന് പറയുന്നത് മുഅ്ജിസയാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എന്ന് പറയുന്നത് മുഅ്ജിസത്താണ്, അത്ഭുതമാണ് അല്ലെ? അതിന്റെ ഓരോ ഭാഗങ്ങൾക്കും, ഓരോ വാക്കുകൾക്കും, ഓരോ ആയത്തുകൾക്കും ആ അത്ഭുതമുണ്ട്. ഒരു ശരിയായ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇഖ്ലാസ് ഉള്ള ഒരു ഹൃദയത്തിനെ അട്രാക്ട് ചെയ്യാൻ, അതിനെ വഴി നടത്താൻ എവിടെ നിന്ന് തുടങ്ങിയാലും ഏതായത്തിൽ ടച്ച് ചെയ്താലും ഖുർആന് സാധിക്കും. അത് അള്ളാഹുവിന്റെ കലാമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആലിമ്രാനിൽ തുടങ്ങി ഇനിയിപ്പം ആദ്യം മുതൽ ബേസ് മുതൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ ബക്കറ ചെയ്തവർക്ക് അങ്ങനത്തെ ചേഞ്ച് ഉണ്ടായി, ഇങ്ങനത്തെ ചേഞ്ച് ഉണ്ടായി, ആ ചേഞ്ച് എനിക്ക് ഉണ്ടായില്ലല്ലോ ഒന്നും ചിന്തിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ആ ചേഞ്ച് ഈ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാരണം ഇത് അള്ളാഹിന്റെ കലാമാണ്. അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കൊടുത്ത ഒരു അത്ഭുതമാണ്, മുഅ്ജിസയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ ബക്കറയിൽ തന്നെ തുടങ്ങിയാൽ പോലെ, എന്തിനാ ആലിമ്രാനിൽ തുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത്? കാരണം ബക്കറയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണല്ലോ. അതിനുള്ള ആൻസർ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ജമാഅത്തിന്റെ ബെനിഫിറ്റ് അത് ഭയങ്കരമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്തൊരു കാര്യവും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇബ്ലീസ് ഭയങ്കരമായിട്ട് നമ്മളെ ഇടങ്ങേറാക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ജമാഅത്തിന്റെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഒരു സൊല്യൂഷൻ. അപ്പം ഇവിടെ ജമാഅത്തിൽ പല പല ഫീച്ചേഴ്സും നമ്മൾ കണ്ടു അല്ലേ? കറക്റ്റ് സമയത്തുള്ള ടെസ്റ്റുകൾ. നിങ്ങളല്ലാതെ ടെസ്റ്റിന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയാൽ പോലും നിങ്ങൾ ടെസ്റ്റ് എഴുതിയെങ്കിലായി, ഇല്ലെങ്കിലായി. ആര് ചെക്ക് ചെയ്യാനാ? ആരും ചെക്ക് ചെയ്യൂല അല്ലെ? അപ്പൊ ഇവിടെ കറക്റ്റ് സമയത്ത് ടെസ്റ്റുകൾ നടത്തും. ഗ്രൂപ്പിൽ ലീഡേഴ്സ് റിസൾട്ട്സ് ചെക്ക് ചെയ്യും.
ഗ്രൂപ്പ് റിഫ്ലക്ഷൻസ് നടത്തും അല്ലെ. ഇനി ഈ ഓരോ ലൈവിന് ശേഷം ഒരു മണിക്കൂറൊക്കെ ഡിസ്കഷൻസ് നടക്കാറുണ്ട് ഈ ലൈവ് ക്ലാസ്സുകൾക്ക് ശേഷം ബുധനാഴ്ച. അതിലൂടെ നമുക്ക് കുറേ സൗഹൃദങ്ങൾ കിട്ടും, കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും. പലരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പലതും ചെയ്യുന്നവരും ചെയ്യരുതെന്നും ഫലിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആ ഒരു ജമാഅത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സൂറ ആൽ ഇമ്രാനിൽ മുമ്പോട്ട് പോവുക. എന്നാലും സൂറ ഫാത്തിഹ മുതൽ ബഖറ മുതൽ പഠിക്കാനുള്ള ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ വേറെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇൽം ടു അമൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഓരോ ആയത്തുകളെ മെല്ലെ മെല്ലെ എക്സാമിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആയത്ത് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു രീതി. ആ രീതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോം ഗ്രൂപ്പുകളിൽ തരാം. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. അത് ആദ്യം മുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്ലസ് താല്പര്യമുണ്ടെന്ന് പറയുമ്പം എപ്പോഴും നിങ്ങൾ ഖുർആനും ആയിട്ട് ബന്ധപ്പെടുമ്പം ഒറ്റയ്ക്ക് താല്പര്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഇബ്ലീസ് വഴിതെറ്റിക്കും. അപ്പം ജമാഅത്തായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ യാത്രയിൽ പല സമയത്തും നമ്മൾ സ്റ്റക്കായി പോവും, മോട്ടിവേഷൻ ഇല്ലാണ്ട് പല പല കാര്യങ്ങളായാലും സുബ്ഹാനല്ലാഹ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നും. നിങ്ങൾ ഇവിടെയുള്ള എല്ലാ സഹോദരിമാരെയും, പ്രത്യേകിച്ച് പഴയ ആൾക്കാരെ, നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാൻ മടിക്കണ്ട. പ്രത്യേകിച്ച് സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ മെയിൻ ഗ്രൂപ്പിലെ അഡ്മിൻസ് ആരെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അവർക്ക് പറ്റില്ലെങ്കിൽ അവർ നിങ്ങളെ ആരെത്തെങ്കിലും ആക്കി തരും. ഓക്കെ, അതുകൊണ്ട് ഓക്കെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ അങ്ങ് എക്സിറ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു തീരുമാനം ഒരാളടുത്തെങ്കിലും ചോദിക്കാതെ, ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരാളടുത്തെങ്കിലും ചോദിക്കാതെ ചെയ്യാതിരിക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും രണ്ട് ആൾക്കാരോട് സംസാരിച്ച് അവരുടെ ചിലപ്പം അവരുടെ ഒരു അനുഭവം മാത്രം മതിയോ നിങ്ങളെ തിരിച്ചിവിടെ പിടിച്ചു നിർത്താൻ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല, എൻ്റെ സിറ്റുവേഷൻ വേറെയാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടും. ഓക്കെ, ഇത്രയും നമ്മുടെ സജഷൻസ് ആണ്. ഓക്കെ, തീരുമാനം നിങ്ങളതാണ്. നിങ്ങൾക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റീസ് അറിയാം. എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, നിങ്ങൾക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത്, കൂടുതൽ നല്ലതായി തോന്നുന്നത്, കൂടുതൽ വർക്ക് ആവുന്നതായി തോന്നുന്നതൊക്കെ പലർക്കും വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാവും അല്ലെ. എല്ലാവരും ഒരേപോലെയല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ പ്രയോറിറ്റീസ് ഒക്കെ നോക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ദ്വാ ചെയ്ത് നല്ലപോലെ ദ്വാ ചെയ്തിട്ട് തീരുമാനം എടുക്കുക. അഭിപ്രായങ്ങൾ ചോദിക്കണമെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുക, തീരുമാനം എടുക്കുക, ഇസ്തിഖാറ നിസ്കരിക്കുക, മുന്നോട്ട് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈ യാത്ര എളുപ്പാക്കി തരട്ടെ. ആമീൻ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്നിപ്പോ പറഞ്ഞ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതിന്റെ ടെക്സ്റ്റോട് കൂടി ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഇത് കേട്ടിട്ട് അതിനൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ പഴയ സിസ്റ്റേഴ്സിന്, ഓൾഡ് സിസ്റ്റേഴ്സ് എന്ന പ്രായമായ സിസ്റ്റേഴ്സ് അല്ല കേട്ടോ, മുമ്പേ നമ്മളെ കൂടെയുള്ള സിസ്റ്റേഴ്സ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്കുള്ള ഒരു ചെറിയ നോട്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മളെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യാത്രയിൽ ഉണ്ടായിരുന്ന അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ഖുർആനെ പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ. ഇവിടെ പഴയ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അല്ലെ. അത് നല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എന്തെന്നെ വന്നാലും ഞാൻ മുന്നോട്ട് പോവും എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പല പല പ്രശ്നങ്ങളുടെ നടുവിൽ മരണവും രോഗവും കല്യാണവും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഒഴിവാക്കിയിട്ടൊരു പരിപാടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. എന്നാൽ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, ആ ഒരു അത്ര റെഗുലർ അല്ലാത്ത സെൽഫ് മോട്ടിവേഷൻ മിസ്സായിട്ടുള്ള ആളുകൾ. അപ്പൊ ഞാൻ ആദ്യം ആ സെക്കൻഡ് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരാം. ഓക്കെ, ആ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പല പല റീസൺസ് ആയിരിക്കും ഓരോരുത്തർക്കും, പ്രശ്നമാക്കണ്ട. അത് എന്താ വലിയ എന്തോ കൊടും പാതകമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് ഹാപ്പൻസ്. നമ്മളൊക്കെ പലരും ഇതുപോലെയൊക്കെ പലതും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പല സപ്പോർട്ട് സിസ്റ്റം കൊണ്ടാണ്. പലരെയും നമ്മളെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോണത്. അതുകൊണ്ട് നിങ്ങൾ ഒരു എക്സാം മിസ്സായി അല്ലെങ്കിൽ ഒരു ക്ലാസ് മിസ്സായി അല്ലെങ്കിൽ അത് കിട്ടിയില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് വെച്ചാൽ ആരും ഇട്ടേച്ച് പോകണ്ട. ജീവിതമാണ്, തിരക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിന് പ്രയോറിറ്റൈസ് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ ചിലപ്പം പറ്റിയില്ല എന്ന് വരും. അതുപോലെ പല 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 പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പം അതൊന്നും പ്രശ്നമില്ല, അതൊന്നും നിങ്ങളെ ഇട്ടേച്ചു പോകാനൊരു കാരണം ആവരുത്. കഴിയുന്നവരൊക്കെയും സബ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരിക്കും.
ഇനി സബ് ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ഞാൻ എക്സാമുകളൊന്നും എഴുതുന്നില്ല, എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റുന്നില്ല, ലീഡർ വന്ന് ചോദിച്ചിട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടാവണ്ട എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സബ് ഗ്രൂപ്പുകളിൽ ഒരു ലേസി ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും അല്ല കേട്ടോ. ലേസി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും മടിയായിട്ടൊന്നും അല്ല പോകുന്നത്. പല പല പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും, പല കാരണങ്ങളാണ്. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട എനിക്ക് ലേസി ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ലേസി ആണെന്ന് ആൾക്കാർ വിചാരിക്കല്ലോ, അതൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഓക്കെ, കോമൺ ആയിട്ടൊരു പേര് നമ്മൾ മുമ്പ് പല ഗ്രൂപ്പുകളിലും ഉപയോഗിച്ച ഒരു പേര് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം മടി കൂടാണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് ലേസി ഗ്രൂപ്പിന്റെ ലിങ്ക് വാങ്ങിയിട്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് നേരം കൂടെ, കുറച്ച് കാലം കൂടെ നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ തരും. ഓക്കെ, അപ്പം ആ കുറച്ചും കൂടെ നിങ്ങൾ തീരെ പോകുന്നതിന് മുമ്പ് ഒരു 3-4 സ്റ്റെപ്പും കൂടെ എടുത്ത് നോക്കിയിട്ട് എന്നിട്ടും വീഴാണെങ്കിൽ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നിൽക്കുക. എസ്പെഷ്യലി നമുക്ക് സൂറ ആൽ ഇംറാനിൽ ഒരു സ്പെഷ്യൽ ദുആ വരുന്നുണ്ട് അല്ലേ, ആയ 8 നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് ഡെയിലി ചെയ്യുന്ന ദുആ ആണ്. ആ ദുആ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്, അതുവരെയെങ്കിലും നിങ്ങൾ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഫസ്റ്റ് കാറ്റഗറി മാഷാ അല്ലാഹ് നമ്മൾ അടിപൊളി സിസ്റ്റേഴ്സ്, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതേപോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി, കാരണം ഇതൊന്നും നമ്മളല്ല ചെയ്തത് അല്ലേ, അള്ളാഹിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ആ ഹെൽപ്പ് ഇനിയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ, മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹ് തരട്ടെ, ആമീൻ. പക്ഷേ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുമ്പോട്ടുള്ള സ്റ്റേജ് ഭയങ്കര സീരിയസ് ആണ്. പുതിയതായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ആൽ ഇംറാനാണ് പഠിക്കുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും സീരിയസ് അല്ല. ഓക്കെ, അവർ തുടക്കക്കാരാണ്, അവർക്ക് എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് സീരിയസ് ആണ്. നമ്മൾ പലതരത്തിലുള്ള സ്റ്റേജുകളെയും തരണം ചെയ്ത് അല്ലേ, നിങ്ങൾക്ക് ജാലൂത്തിന്റെ സ്റ്റോറി അറിയാലോ അല്ലെ, ഓരോ അവസ്ഥകളിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് കലീലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എത്തിച്ചിട്ടുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, പല സ്റ്റേഷൻസും നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് അല്ലെ, അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹയർ സ്റ്റേജിലേക്ക് പോകുന്നു അത്രത്തോളം ടഫർ ആയിരിക്കും യാത്ര. ഓക്കെ, ഇവിടെ അവരും നിങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലർക്കും അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും അൽഹംദുലില്ലാഹ് ഈ ഖുർആന്റെ മുഅ്ജിസത്ത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾക്ക് ശരിക്കും യെസ് ഖുർആൻ മുഅ്ജിസത്താണെന്ന് പണ്ട് വെറുതെ വാക്കുകൊണ്ട് പറയുന്നത് പോലെയല്ല, ജീവിതം കൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മളിൽ പലർക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, അനുഭവമായിരുന്നു ഇസ്രാ വൽ മിഅ്റാജ് അല്ലേ. അത് അത്രയും കാര്യങ്ങൾ തരണം ചെയ്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലേ. അപ്പം ഖുർആൻ മുഅ്ജിസത്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കൊണ്ട്, അള്ളാഹിന്റെ തൗഫീഖോട് കൂടി തരണം ചെയ്തത് കൊണ്ട് അള്ളാഹു നമ്മളെ അറിയിച്ചു തന്നതാണ്. പക്ഷേ എന്തൊരു കാര്യത്തിലും അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം അവിടെ ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ ഈമാൻ ബെറ്റർ ആക്കാൻ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ കർമ്മങ്ങൾ ബെറ്റർ ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി നമ്മൾ ആരും, ഞാൻ ഉൾപ്പെടെ ആരും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമായിരിക്കും. അത്രയും വലിയ ഉത്തരവാദിത്തമുള്ളവരല്ലേ. നമ്മളിപ്പം വീട്ടിലൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സാരല്ലേ കുട്ടിയല്ലേ എന്ന് പറയില്ലേ, അത് ഉമ്മയാവുമ്പം അങ്ങനെ ഒരു ഉമ്മയായിട്ട് അങ്ങനെ ചെയ്യാം, അതൊരു ഉപ്പയാവുമ്പം കുറച്ചും കൂടെ സീരിയസ് ആവും അല്ലേ. അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പം ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അയാൾ അങ്ങനെ ചെയ്യാമോ അല്ലേ. അത് മുഖ്യമന്ത്രി ആവുമ്പോൾ കുറച്ചും കൂടെ കടുപ്പമായി. അപ്പം ഓരോ അവസ്ഥകൾ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും തോറും നമ്മളെ മേലുള്ള ഉത്തരവാദിത്തം കൂടുതലാണ്. അത് അപ്പൊ നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് മനഃപൂർവ്വം പാളിപ്പോകുമ്പം ചോദ്യം കൂടുതലായിരിക്കും, കടുപ്പം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കുറെ ചെയ്യാനുണ്ട്, കുറെ അച്ചീവ് ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്തിന് വേണ്ടിയിട്ട്, ഹെൽപ്പിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്ലസ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഹൃദയം വാച്ച് ചെയ്യുക. നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ, സൂറത്ത് ബഖറയിൽ. അതിന് ഹിസാബുണ്ട്, ആ ഹൃദയത്തിന് അത് അർഹിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്യൂരിറ്റി, ആ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സംസാരിക്കാൻ, അള്ളാഹുടെ സംസാരം കേൾക്കാൻ. അള്ളാഹു ആരാണ്? അൽ ഖുദ്ദൂസ് ആണ് അല്ലെ, അൽ സുബ്ബൂഹാണ് അള്ളാഹ്. ഏറ്റവും പരിശുദ്ധിയുടെ
പീക്കാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ അടുത്ത് നമുക്ക് ചെന്ന് നിന്ന് സംസാരിച്ച് റബ്ബിന്റെ സംസാരം കേട്ട് മനസ്സിലാക്കി നമുക്കതിന് മറുപടി പറയുന്ന രീതിയിൽ റബ്ബിന്റെ അടുത്ത് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിലുള്ള ഒരു ലെവലുള്ള കണക്ഷൻ അള്ളാന്റെ അടുത്ത് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും റബ്ബിന്റെ അടുത്ത് പറയാൻ, വേറൊരാളടുത്തും പറയാതെ റബ്ബിന്റെ അടുത്ത് പറയാനുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ട്. പക്ഷെ റബ്ബിന്റെ കലാം കേട്ടിട്ട് അല്ലെ, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് ചിന്തിച്ച് ഓക്കെ ഇത് ഇന്നതാണ് റബ്ബിന്റെ അടുത്ത് പറയുന്നത്, ഇന്നത് ചെയ്യാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് റബ്ബിന് ഇങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ള ആ ലെവലിലുള്ള ഒരു എൻഗേജ്ഡ് കോൺവെർസേഷന് നമുക്ക് അർഹത വേണമെങ്കിൽ നമുക്ക് ആ ലെവലിലുള്ള ശുദ്ധി വേണം. ആ ലെവലിലുള്ള ശുദ്ധി എങ്ങനെ വരിക? കുളിച്ചിട്ടാണോ? ഉദു എടുത്താൽ മാത്രം കിട്ടുമോ? ഇല്ലല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടം എന്താ? ഉള്ളിൽ നിന്ന് പ്യോറായ ഹൃദയം ശുദ്ധിയായ അടിമകളെയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നമ്മളെ പേടിപ്പിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ ഹിസാബ് ചെയ്യും, ഒളിപ്പിച്ച് വെച്ചാലും പുറത്തേക്ക് കൊണ്ടുവന്നാലോ. സുബ്ഹാനല്ലാഹ്. പുതിയ ആൾക്കാർ ബേജാറാവൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി മെല്ലെ 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 നമുക്ക് ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അള്ളാഹു എല്ലാവർക്കും എളുപ്പം തരട്ടെ. ആമീൻ. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പം സഹാബാക്കൾ പോലും വിറച്ചുപോയില്ലേ, അവര് പോലും പേടിച്ചു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റും തോന്നില്ലല്ലേ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ പഴയ ജനറേഷനെ പോലെ സമഅന വഅസൈന ആണോ പറയുന്നത് അല്ലേ, ഞങ്ങൾ കേൾക്കുന്നു പക്ഷെ അള്ളാഹ് പറഞ്ഞതാണ് ഞങ്ങൾ അനുസരിക്കൂല എന്നാണോ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം ഹൃദയത്തിന് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല അക്കൗണ്ട് ചെയ്യും എന്നുള്ളത്, ഹിസാബ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സമഅന വഅതഅന ആവണം എല്ലാ കാര്യത്തിലും, ഹൃദയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. പ്ലസ് ഓഫ്രാനക് അല്ലെ, എല്ലാ സമയവും അള്ളാഹുവെ നീ അത് പ്യൂറാക്കിത്താ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു താ. സുബ്ഹാനല്ലാഹ്. അപ്പം കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റിപ്പൻഡൻസ്, കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് തൗബയിലായിരിക്കണം നമ്മൾ. അത്ര എളുപ്പമൊന്നുമല്ല. ഓക്കെ, മനസ്സിൽ വെക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോഴും അങ്ങനെയാണ് അല്ലെ, ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് നമുക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. തദബ്ബുർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയില്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് കണക്ട് ചെയ്യണം എന്ന് നമ്മൾ പല ലെവലുകളിൽ പറഞ്ഞു. തൗബയെ കുറിച്ച് നമ്മൾ പല ലെവലുകളിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെ, നമ്മളെ ഹൃദയത്തിന് ഒരു കറ പോലും ഇല്ലാതെ സ്ഥിരമായിട്ട് തൗബ ചെയ്യുന്ന ആളുകളാകണം എന്ന് മനസ്സിൽ നിയത്തുണ്ടായിരിക്കുക. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക. പക്ഷെ നമുക്ക് ഒന്നിച്ച് പ്രോഗ്രസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള എളുപ്പങ്ങളൊക്കെ, അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഖുർആനിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നിധികളൊക്കെ നമുക്ക് തേടി തേടി മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. നമുക്ക് മാത്രം, അതായത് ആദ്യം മുതൽ ഇവിടം വരെ യാത്ര ചെയ്തെത്തിയ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിരിക്കണം ഇൻഷാ അല്ലാഹ്. പഴയ ആൾക്കാർ ബേജാറാവുണ്ട് കേട്ടോ, അതെന്താ നമ്മളെ കൂട്ടാണ്ട് ഒരു പരിപാടി വിചാരിക്കണ്ട. കാരണം UKG-യിലുള്ള കുട്ടികളെ നമ്മൾ MBBS ക്ലാസ്സിൽ കൊണ്ടിരുത്തി അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ അല്ലെ. പക്ഷെ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും, അപ്പൊ തരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫുൾ ജേർണിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് സെപ്പറേറ്റ് ഇരുന്ന് നോക്കണം. എന്തിനാ? ഒരു അനാലിസിസ്, ഒരു ഹാർട്ട് ചെക്കപ്പ്. നമ്മൾ ഈ ഒരു ജേർണി അല്ലെ, ഈ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ ഇങ്ങനെ വന്നപ്പം ഏതൊക്കെ സ്റ്റേഷനിലൂടെ നമ്മൾ കടന്നു പോയി, നമ്മളെ ഹൃദയം ഏതൊക്കെ വഴിക്ക് വന്നു, ആ സ്റ്റേഷനിലൊക്കെ നമ്മൾ നിന്നോ അതോ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ട് മുമ്പ് നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ചില സ്റ്റേഷനുകൾ അല്ലെ, തൗബയും അള്ളാഹുവിനോടുള്ള ഭയവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സ്റ്റേഷനുകൾ ഉണ്ട് നമ്മൾ യാത്ര ചെയ്യാനുള്ളതെന്നല്ലേ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ഈ വന്ന വഴിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയോ അല്ലേ. അപ്പം അത് കിട്ടി എന്ന് കാണുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആ ഒരു യാത്ര കുഴപ്പമില്ല അല്ലേ, അൽഹംദുലില്ലാ വലിയ മോശമായിട്ടില്ല എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള സ്റ്റേഷനിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ കുറേ കാലം യാത്ര ചെയ്തിട്ടും നമ്മൾ തുടങ്ങിയിട്ട് തന്നെ നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ, ഇനിയിപ്പോൾ ഈ യാത്ര എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാന്ന്. അപ്പം ഓക്കെ, നമ്മൾ ഇത്തിരി മുന്നോട്ട് പോയി എന്ന് പറയുമ്പം അതൊരു സന്തോഷം തന്നെയാണ്, അതൊരു സമാധാനമാണ്, ഒരു പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. മെല്ലെ മെല്ലെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വെറുതെ പഠിച്ചിട്ട് വിടാനുള്ള ക്ലാസ് ഒന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ജീവിതം മാറി 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 അടുത്തടുത്തടുത്ത ലെവലുകളിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മൾ പോകാനുള്ളതാന്ന് പറയുമ്പം ഓരോ ലെവലിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ, അടുത്ത ലെവലിൽ എത്തിയോന്ന്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോയിട്ട് തുടങ്ങി വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാണ്ട് നമ്മൾ കുറേ യാത്ര ചെയ്തിട്ട് ഒന്നും നമ്മളെ കയ്യിലില്ല, നമുക്കൊന്നും കിട്ടിയില്ല എന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നത് നമുക്ക് താങ്ങാനാവില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറ ആൽ ഇമ്രാന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ആലി ഇമ്രാൻ. ഓക്കെ, ആലി ഇമ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇമ്രാന്റെ ഫാമിലി, ഇമ്രാന്റെ കുടുംബം. ആൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഈസ അലൈഹിസ്സലാമിന്റെ മെറ്റേണൽ, അതായത് ഉമ്മയുടെ ഉപ്പ, ഉമ്മന്റെ സൈഡിലുള്ള ഗ്രാൻഡ് ഫാദർ. ഈ ഈ സൂറയുടെ പേര് ആലി ഇമ്രാൻ എന്ന് പറയാൻ കാരണം ഏകദേശം 33-ാമത്തെ ആയത്ത് മുതൽ ഈ സൂറയിൽ മറിയം അലൈഹിസ്സലാമിന്റെയും തുടർന്ന് ഐസ അലൈഹിസ്സലാമിന്റെയും ജനനത്തെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും പറയുന്നത് കൊണ്ടാണ്. പിന്നെ ഇത് അൽ ഇമ്രാൻ എന്നാരും വായിക്കേണ്ട, ഇറ്റ്സ് ആൽ. ആൽ ആണ്, ഓക്കെ, കുടുംബം എന്നർത്ഥം വരുന്ന ആൽ ആണ് ആലി ഇമ്രാൻ. നമുക്കറിയാം ഇതിനകത്ത് 200 ആയത്തുകളാണ്, 3542 വാക്കുകൾ, ഏകദേശം 15,000 അല്ലെങ്കിൽ 15,336 ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സൂറ ബഖറ നമുക്കറിയാം 286, അതിൽ 6031 വാക്കുകളും ഏകദേശം 20,000 ലെറ്റേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്നാലോചിച്ച് നോക്കിയാൽ 20,000-നെ 10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഓരോ പ്രാവശ്യം സൂറ അൽ ബഖറ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഓരോ അക്ഷരത്തിനാണ് 10 ഇരട്ടി പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, അപ്പൊ എത്രയായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിക്കട്ടെ, അവിടെ നമുക്ക് കാവലിനായിട്ട് അതൊക്കെ ഉണ്ടാവട്ടെ, ആമീൻ. സൂറ ആലി ഇമ്രാൻ മദനി സൂറയാണ്. ഓക്കെ, മദനി സൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറ. ഓക്കെ, ഇതിലെ ആദ്യത്തെ 83 ആയത്തുകൾ ഇറക്കപ്പെട്ടത് നജ്റാനിൽ നിന്ന്, ഓക്കെ, മദീനയിലേക്ക് ഒരു ദൗത്യ സംഘം വന്ന ആ ഒരു സാഹചര്യത്തിലാണ്. ഈ ദൗത്യ സംഘം ക്രിസ്ത്യാനികളായിരുന്നു. ഓക്കെ, അവര് 632 ഹിജ്റ വർഷം, ഇല്ല, AD 632-ലാണ് അവര് അവിടെ എത്തുന്നത്, മദീനയിൽ എത്തുന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വഹീന്റെ കാര്യത്തിൽ പറയുമ്പോൾ സൂറ ആൽ ഇമ്രാൻ സൂറ അൽ ബഖറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ്. മാത്രമല്ല നമുക്കറിയാം സൂറ ആൽ ഇമ്രാനും സൂറ ബഖറയും ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന സൂറത്തുകളാണ് അല്ലെ, അതായത് അവർ സഹോദരിമാരെ പോലെയാണ്. കാരണം വളരെയധികം സിമിലാരിറ്റീസ് അവർക്ക് തമ്മിലുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂറ ബഖറയുടെ ഇൻട്രൊഡക്ഷന്റെ സമയത്ത്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? സൂറ ബഖറയും സൂറ ആൽ ഇമ്രാനെയും ചേർത്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അല്ലെ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ നിങ്ങളുടെ ആളുകൾക്ക് ശുപാർശകനായി വരും. അതിൽ പ്രത്യേകിച്ച് സഹ്റാവീൻ, ആരൊക്കെയാണത്? സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും നിങ്ങൾ പാരായണം ചെയ്യുക. കാരണം അവ രണ്ടും അന്ത്യനാളിൽ എന്തുപോലെ? 2 കാർമുകിലുകൾ പോലെ അല്ലെ, 2 മേഘങ്ങൾ പോലെ, അല്ലെങ്കിൽ തണലുകൾ പോലെ, അതല്ലെങ്കിൽ അണിയണിയായി പറക്കുന്ന 2 പക്ഷിക്കൂട്ടങ്ങൾ പോലെ വരും. അവ രണ്ടും അവയുടെ ആളുകൾക്ക് വേണ്ടി പ്രതിരോധിക്കുകയും തർക്കം നടത്തുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അപ്പം അതാണ് അവരുടെ പ്രത്യേകത അല്ലെ. അങ്ങനെ മിക്ക കാര്യങ്ങളും രണ്ടുപേരെയും ഒന്നിച്ച് പറയാറുണ്ട്, പല പ്രത്യേകതകളും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇനി എന്തൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് നോക്കാം. ഓക്കെ, സൂറ ബഖറയും സൂറ ആൽ ഇമ്രാനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവ രണ്ടും വലിയ സൂറത്തുകളാണ്. രണ്ടിനും അത്യാവശ്യം ഖുർആനിലെ മൊത്തത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഏറ്റവും വലിയ സൂറത്തുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. രണ്ടും ഒരു ജുസിൽ കൂടുതൽ ഉള്ള സൂറത്തുകളും ആണ് അല്ലെ. സൂറ ബഖറ ഓൾമോസ്റ്റ് 2.5 ജുസ് നമ്മൾ കവർ ചെയ്തു, ആൽ ഇമ്രാനും ഒരു ജുസിൽ കൂടുതലുള്ള സൂറത്താണ്. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും അലിഫ് ലാം മീം വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ, അതായത് ഹുറൂഫ് അൽ മുഖത്തആത്ത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. 2 സൂറത്തിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഈ അലിഫ് ലാം മീം ആണ് വരുന്നത്. അടുത്തത്, ഈ 2 സൂറത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം അൽ കിതാബ്, ഖുർആനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂറ ബഖറയിൽ നമ്മൾ എന്താ കണ്ടത്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് അല്ലേ, അതിനകത്ത് യാതൊരു സംശയമില്ല ഖുർആനകത്ത്. അപ്പൊ ഖുർആന്റെ ആ ഒരു പവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറ ആൽ ഇമ്രാനിൽ എന്താ തുടങ്ങുന്നത്? നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് അല്ലേ. അപ്പം നമ്മൾ അത് ആയത്തൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഇത് രണ്ടും അലിഫ് ലാം മീമിൽ തുടങ്ങി തുടർന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ, ഖുർആനെ കുറിച്ച് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞ, കിതാബിനെ കുറിച്ച് എടുത്തു പറഞ്ഞ ആയത്തുകളാണ്. അടുത്തത് സൂറ ബഖറയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആരൊക്കെയായിരുന്നു? മുത്തഖീൻ, കാഫിരീൻ, മുനാഫിഖീൻ അല്ലെ. ഈ 3 വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സൂറ ആൽ ഇമ്രാനും തുടക്കത്തിൽ 2 ടൈപ്പ് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? വറാസിഖൂന ഫിൽ ഇൽം അല്ലെ, ഇൽമില് എന്താണ് ശരിക്കും ഫേം ആയിട്ട് ഉറച്ചു നിൽക്കുന്ന, ഫേംലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലസ്
ഡീവിയേറ്റ് ആയി പോയ അല്ലദീന ഫീ ഖുലൂബിഹിം സയ, അങ്ങനെയുള്ള എന്താണ് വഴി തെറ്റി അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് സൂറ ആൽ ഇംറാനിൽ. അപ്പം വിശ്വാസികളെയും അവിശ്വാസികളെയും അല്ലെ, വഴി മാറിപ്പോയവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് സൂറ ബഖറയിൽ ഏകദേശം ആദ്യത്തെ ചില ആയത്തുകളിൽ തന്നെ ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, ആദം അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആ ഒരു സംഭവ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതിനകത്തുനിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. സൂറ ആൽ ഇംറാനിൽ ഈസ അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂറ അൽ ബഖറ ഓൾമോസ്റ്റ് ഒരു ജുസ് മുഴുവനും തന്നെ പറയാം അല്ലെ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആരെക്കുറിച്ച് സംസാരിക്കുന്നതാണ്? പഴയ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞേ. സൂറ ബഖറയില് ഓൾമോസ്റ്റ് ഒരു ജുസ് മുഴുവനും ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് അത്? ആർക്കും അറിയില്ലേ? ബനു ഇസ്രായേൽ. മാഷാഅല്ലാഹ്. അപ്പം ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അവരാരാണ്? അഹ്ലുൽ കിതാബ് അല്ലെ. കിതാബിന്റെ ഗ്രന്ഥത്തിന്റെ ബുക്കിന്റെ ആളുകളാണ്. അപ്പം ബനു ഇസ്രായേലിനെ കുറിച്ച് സൂറ അൽ ബഖറയിൽ പറഞ്ഞപ്പം ആൽ ഇംറാനിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ലെ. അപ്പം അത് ഇത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ്. ഇനി മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് 2 സൂറകളും അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുആ കൊണ്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. സൂറ ബഖറയുടെ അവസാനത്തെ ദുആ സുബ്ഹാനല്ലാഹ് അല്ലെ. അതിന്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചതാണ്. നമ്മളുടെ രാവുകൾ, നമ്മുടെ രാത്രികളൊക്കെ അവസാനിക്കുന്നത് സൂറ ബഖറയുടെ അവസാനത്തെ ദുആ കൊണ്ടാണ്. ആമന റസൂൽ കൊണ്ട് അല്ലെ. സൂറ ആൽ ഇംറാന്റെ അവസാനത്തിലും ഒരു ദുആ ഉണ്ട്, വലിയ ദുആ അല്ലെ. നമ്മുടെ രാവുകൾ, നമ്മുടെ പകലുകൾ അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിട്ട് ആദ്യം പറയുന്നത് എന്താണ്? ഈ ദുആ ആണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഇതിന് രണ്ടിനും ഉള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെയാണ് ഈ സൂറ ആൽ ഇംറാനെ കുറിച്ച് നമുക്ക് കുറച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. നമുക്ക് മെല്ലെ നമ്മളുടെ യാത്രയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ആദ്യത്തെ 2 ആയത്തുകളാണ് കാണുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം. ഇത് തന്നെയാണ് നമ്മൾ സൂറ ബഖറയിലും കണ്ടത് അല്ലെ. ഇതിനെ നമ്മൾ ഹുറൂഫ് അൽ മുഖത്തആത്ത് എന്ന് പറയും. ഓക്കെ, ഡിസ്ജോയിന്റഡ് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അറബിക് ആൽഫബറ്റിലെ സാധാരണ അക്ഷരങ്ങൾ, അതായത് ഹുറൂഫ് ഹിജായിയ എന്ന് പറയും. അതായത് അറബിയിൽ നമ്മൾ എഴുതാനും അല്ലെങ്കിൽ വായിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഹുറൂഫ് ഹിജായിയ. ഓക്കെ, അപ്പം ആ ഗണത്തിൽപ്പെട്ട നോർമൽ അറബി, അതായത് അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അക്ഷരങ്ങൾ, അറബി ഭാഷയിലെ അക്ഷരങ്ങൾ ഏതാണോ ആ അക്ഷരങ്ങളുടെ ഗണത്തിൽപ്പെട്ട അക്ഷരങ്ങൾ തന്നെയാണ് ഈ അലിഫും ലാമും മീമും അല്ലെ. മറ്റ് നമ്മൾ അലിഫ് ബാ ത എന്നൊക്കെ പറയുന്നത് പോലെ അതേപോലത്തെ 3 അക്ഷരങ്ങൾ. അത് എപ്പോഴും എഴുതുമ്പം ഒന്നിച്ചാ എഴുതുക. കാണുന്നതൊക്കെ ഒന്നിച്ചായിരിക്കും, പക്ഷെ വായിക്കുന്നത് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആയിട്ടാണ്. ഹർക്കത്തുകളൊന്നും ഇടാതെയാണ് നമ്മൾ വായിക്കല്ലേ. അല്ലാതെ ഹർക്കത്ത് ഇട്ടിട്ട് അലാം, അലീം, അലീമ എന്നൊന്നും നമ്മൾ അതിനെ വായിക്കൂല അല്ലെ. അത് ഹർക്കത്തില്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അലിഫ് ലാം മീം എന്നാണ് നമ്മളത് വായിക്കുക. ഓക്കെ, അതായത് ഓരോ ഓരോ അക്ഷരത്തിന്റെയും പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ വായിക്കുന്നത്. പേരുകൾ വെച്ച് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഹുറൂഫ് അൽ മുഖത്തആത്ത് എന്ന് പറയുന്നത്. ഖത്അ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഖത്അ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. അപ്പം ഇവിടെ ഓരോ അക്ഷരങ്ങളും ഒന്നിച്ചാണ് എഴുതുന്നെങ്കിൽ പോലും അതിനെ കട്ട് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹുറൂഫ് അൽ മുഖത്തആത്ത് എന്ന് പറയുന്നത്. ഒന്നിച്ചെഴുതിയാലും അത് സെപ്പറേറ്റ് ആയിട്ടാണ് വായിക്കുന്നത്. ഇനി സെപ്പറേറ്റ് വായിക്കുക എന്ന് പറയുമ്പോൾ പോലും അലിഫിന് എ, ലാമിന് ല, മീമിന് മ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഈ ഓരോ ലെറ്റേഴ്സിന്റെയും പേരുകൾ വെച്ചിട്ടാണ് അല്ലെ. അലിഫ് എന്നുള്ളത് ആ ഫസ്റ്റ് ലെറ്ററിന്റെ പേരാണ്, ലാം എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്ററിന്റെ പേരാണ്. ആ പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ 14 അക്ഷരങ്ങൾ 29 സൂറത്തുകളുടെ മുമ്പിലായിട്ട് ഖുർആനിൽ ഇങ്ങനെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ട്. ഓക്കെ, എന്താണ് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്? അതിന് പല അഭിപ്രായങ്ങളും നമുക്ക് ചുരുക്കി അതിന്റെ അർത്ഥത്തെ കുറിച്ച് പറയുമ്പോൾ 4 പോയിന്റുകളാക്കി നമുക്ക് കാണാം. പല ഉലൂമുൽ ഖുർആന്റെ പല ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഈവൻ തഫ്സീർ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ചിലർ പറഞ്ഞിട്ടുണ്ട് യെസ് ഇതിനൊരു മീനിങ് ഉണ്ട്,
ഓക്കെ, ഈ അലിഫ് ലാം മീം എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്. എന്തോ ആണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറയുന്നുണ്ട്. ആ അർത്ഥം എന്താണെന്നുള്ളതിലും പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറയുന്നു ഹുറൂഫുൽ മുഖത്താത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകളുടെ അബ്രിവിയേഷൻ ആണ്, ചുരുക്കമാണെന്ന്. സുബ്ഹാനല്ലാഹ്. എന്ന് വേറെ ചിലർ പറയുന്ന അല്ല, അത് ഏത് സൂറത്തിന്റെ ആണോ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് ആ സൂറത്തിന്റെ പേരിന്റെ ചുരുക്കമാണെന്ന്, അബ്രിവേഷൻ ആണെന്ന്. ഓക്കെ, ഓരോ സൂറത്തിന്റെയും മുമ്പിൽ വരുമ്പോൾ ആ സൂറത്തിന്റെ പേരിന്റെ ചുരുക്കമാണെന്ന്. എന്നാൽ വേറെ ചിലർ പറയുന്നു, ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്ത് ത്വാഹ, യാസീൻ എന്നൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു സോളിഡ് എവിഡൻസ് ഇങ്ങനെയൊക്കെ അർത്ഥം ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവും ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രത്യേക മീനിങ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിൽ, അല്ലെ, ഖുർആനിലോ ഈവൻ സുന്നത്തിലോ സലഫുകളുടെ വിശദീകരണത്തിലോ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒന്നും തെളിയിക്കപ്പെട്ട അടിസ്ഥാനമുള്ള എന്തെങ്കിലും ഒന്ന് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എന്താണ് ഇത്തരത്തിൽ ഇതിന് അർത്ഥമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് ഒന്നാമത്തെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് അറബിക് ആൽഫബറ്റിലെ അക്ഷരങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഹറൂഫുൽ ഹിജായിയ. ഓക്കെ, അറബിക് ആൽഫബറ്റിലെ അക്ഷരങ്ങൾക്ക് അർത്ഥമൊന്നുമില്ല, അല്ലെ? അലിഫിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ലാമിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതായത് അതിന് പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ, ഇപ്പൊ ബ എന്ന് പറയുന്ന അക്ഷരത്തിന് അല്ലെങ്കിൽ ലാം എന്ന് പറയുന്ന അക്ഷരത്തിന് തന്നെ അത് ഇന്ന രീതിയിലുള്ള ഹർഫാണെന്ന് ഉള്ള അർത്ഥത്തിൽ, ഇപ്പം ലീ എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ല എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചില സാഹചര്യങ്ങളിൽ ഹർക്കത്തോടു കൂടി അതിന് അർത്ഥമുണ്ട്. അല്ലാതെ അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അലിഫിനോ ലാമിനോ മീമിനോ അർത്ഥങ്ങളൊന്നുമില്ല. കാരണം അത് ഹുറൂഫ് അൽ ഹിജായി ആണ്, അല്ലെ? അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല. അത് രണ്ടാമത്തെ ഒപ്പീനിയൻ. ഇനി മൂന്നാമത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത് ഹുറൂഫ് അൽ ഹിജായി ആണ്, പക്ഷേ അവയ്ക്ക് മീനിങ് ഉണ്ട് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാ? മീനിങ്ലെസ് ആയിട്ട് ഒരു കാര്യവും ഖുർആനിൽ ഉണ്ടാവില്ല എന്ന് ഉള്ള അവകാശം. ഓക്കെ, ഖുർആനിൽ എന്തോ ഉണ്ട്, പക്ഷെ അതിനൊരു അർത്ഥവും ഇല്ല എന്ന് വരാൻ പാടില്ല. കാരണം ഖുർആനിൽ ഈവൻ ഒരു എക്സ്ട്രാ ലെറ്റർ, ഒരു എക്സ്ട്രാ ശ്രദ്ധ വന്നാൽ പോലും, അല്ലെ, നമ്മൾ ശ്രദ്ധയുള്ള ചില അക്ഷരങ്ങളൊക്കെ വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ശ്രദ്ധയ്ക്ക് പോലും ഒരു മീനിങ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? ബലാഗ ഒക്കെ ആയിട്ട് എംഫസിസ് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രദ്ധകൾ വരാറെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര പോലും ഖുർആനിൽ അർത്ഥമില്ലാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അതും 29 സൂറത്തുകളുടെ മുന്നിൽ ഇതുപോലെ അർത്ഥമില്ലാത്ത എന്തെങ്കിലും വരൂല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു മീനിങ് ഉണ്ട്. കാരണം ഖുർആനിൽ മീനിങ്ലെസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് അതിനെ ഊഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഓക്കെ, അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ അർത്ഥം അറിയുള്ളൂ, നമ്മൾ അതിനെ ഊഹിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അത് ഇന്നതാണ് അർത്ഥം അല്ലെങ്കിൽ ഇന്നതല്ല അർത്ഥം എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റൂല. അതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇനി നാലാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ട് എടുക്കുക, അതിനെ റിസൈറ്റ് ചെയ്യുക, അതായത് തിലാവ നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ അള്ളാഹു അലം എന്ന് പറയാം. അതാണ് നാലാമത്തെ അഭിപ്രായം. ഓക്കെ, ഇതിന് മീനിങ് ഉണ്ടെന്നോ ഇത് ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒന്നും പറയണ്ട, നമുക്കൊന്നും അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് റിസൈറ്റ് ചെയ്താൽ മതി, തിലാവ നടത്തിയാൽ മതി, വേറെ ഒന്നും ആക്കണ്ട, ബാക്കി നമ്മൾ മിണ്ടാണ്ടിരിക്കുക, അതിനപ്പുറത്തേക്ക് പോകണ്ട. ഇതാണ് നാലാമത്തെ അഭിപ്രായം. ഇതിനകത്ത് പണ്ഡിതന്മാർ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത പ്രാമുഖ്യം കൊടുത്ത അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒപ്പീനിയൻ ആണ്. എന്താ അതിനർത്ഥം? എന്തായിരുന്നു രണ്ടാമത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്? ഇത് ഹുറൂഫുൽ ഹിജായി ആണ്, അത് അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ്. ഓക്കെ, പക്ഷേ എന്താണ് അതിന് അർത്ഥമൊന്നും ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ അലിഫ് ലാം മീം എന്ന് വായിക്കുമ്പം അല്ലെങ്കിൽ കാഫ് ഹ യ ഐൻ സ്വാദ് എന്ന് പറയുമ്പം ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? അപ്പം തന്നെ അത് ഹുറൂഫുൽ ഹിജായി ആണെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത് പറഞ്ഞ കാര്യം നമുക്കറിയാം, അല്ലെ? അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനുള്ള പ്രതിഫലം 10 പ്രതിഫലം ഉണ്ട്. അതിൽ അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എന്തിനുള്ള തെളിവാണ്? ഇത് ഹുറൂഫുൽ ഹിജായി ആണ്, ഈ 3 അക്ഷരങ്ങളും എന്നുള്ളതിന് തെളിവാണ്. പക്ഷെ നമുക്ക് മീനിങ് അറിയൂല. കാരണം ഈ അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ഇല്ല. അക്ഷരങ്ങൾക്ക് എവിടെയാണ് ട്രാൻസ്ലേഷൻ ഉള്ളത്, അല്ലെ? അലിഫിന് ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇല്ല. ലാമിനുണ്ടോ? ഇല്ല. അപ്പം ഇത് അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ്, ഹുറൂഫുൽ ഹിജായി ആണ്, ട്രാൻസ്ലേഷൻ ഇല്ല, നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല മീനിങ്ങിലേക്ക്.
ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഒപ്പീനിയൻ. ഇതാണ് കൂടുതൽ പ്രബലമായിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്തത്? അലിഫും ലാമും മീമും, എന്തുകൊണ്ട് ബായും സായും ഖാഫും ഒന്നും തിരഞ്ഞെടുത്തില്ല? ഉത്തരം നമുക്ക് അറിയൂല. ഓക്കെ, നമുക്കറിയില്ല, അള്ളാഹ്ക്കെ അറിയാം, അല്ലാഹു അഅലം. ഇനി എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഓർഡറിൽ ഇട്ടത്, തിരിച്ചു മറിച്ചൊന്നും ഇടാതിരുന്നത്? നമുക്ക് അതിന്റെ പിന്നിലുള്ള ഹിക്മത്തും നമുക്ക് അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹുറൂഫുൽ ഹിജായിയ ആണ്, അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ്. അക്ഷരമാലയിലെ അക്ഷരങ്ങൾക്ക് അർത്ഥമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബില് ഇങ്ങനെ ഒരു സംഭവം ഇടുമ്പം അതിന് യാതൊരു ഉദ്ദേശവും ഇല്ലാതിരിക്കുക, വെറുതെ തമാശക്ക് ഇടുക എന്നുള്ളത് പോസിബിൾ അല്ല, അല്ലെ? അപ്പോൾ നമ്മൾ പറയുന്നു ഇതിന് അർത്ഥമില്ല കാരണം ഇത് അക്ഷരങ്ങളാണ്, പക്ഷെ അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ വശം. അതിന് അർത്ഥമില്ല, പക്ഷെ അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പം എന്താണ് ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഹിക്മ അല്ലെങ്കിൽ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ അവർ പല അഭിപ്രായങ്ങളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, കേൾവിക്കാരുടെ, ഓക്കെ, ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അത് മദ്ദോട് കൂടി അല്ലെ നീട്ടിയൊക്കെ പാരായണം ചെയ്യുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ബിസി ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവരുടെ ശ്രദ്ധ വേഗം തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, എന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റു പണ്ഡിതർ ഇതിനെ ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ അവർ പറയുന്നത്, സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അവരതിനെ ശ്രദ്ധിക്കും. ഇനി അവരെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹുറൂഫുൽ മുഖത്താത്ത് കൊണ്ടുവരണം എന്ന് വെച്ചാൽ തന്നെ സുബ്ഹാനല്ലാഹ് എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ അത് വെക്കണമായിരുന്നു, അപ്പോഴല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അല്ലെ? പക്ഷെ ഇവിടെ എല്ലാ സൂറത്തിന്റെ ഫ്രണ്ടിൽ അതില്ല. അപ്പോൾ അതും അല്ലെങ്കിൽ എനിക്ക് സൂറത്ത് എവിടെ നിന്നെങ്കിലൊക്കെ തുടങ്ങുമ്പം അവിടെയൊക്കെ നമ്മൾ ഇത് പാരായണം ചെയ്യേണ്ടി വരും, കാരണം ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരണമല്ലോ. അതും പറ്റൂല. ഇനിയിപ്പോ സൂറത്തുൽ ബഖറ പോലത്തെ ഒരു സൂറത്ത് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അലിഫ് ലാം മീം പറഞ്ഞു വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ 2.5 ജ്യൂസ് കേൾക്കുമ്പോൾ ആർക്കും അത്രയും നേരം ഈ അലിഫ് ലാം മീം ആദ്യം പറഞ്ഞതിന്റെ പേരിൽ ശ്രദ്ധ കിട്ടുക ഇല്ല, അല്ലെ? അപ്പം ഇതിനെതിരെ ഈ അഭിപ്രായത്തിന് പല പണ്ഡിതന്മാരും ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിന്റെ പിന്നിലുള്ള ഹിക്മ, അതായത് ഇങ്ങനെ സൂറത്തുകളുടെ മുന്നിൽ വെക്കാനുള്ള, ഹുറൂഫുൽ മുഖത്താത്ത് വെക്കാനുള്ള അതിന്റെ ഹിക്മ എന്ന് പറയുന്നത്, അറബികൾ അല്ലെ, അറബികൾക്ക് വേണ്ടി ആ ഒരു സമയത്ത് അറബികളുടെ കോണ്ടെക്സ്റ്റിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. അവര് ഖുർആൻ കേൾക്കുമ്പം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്ത്, നിങ്ങൾ ഈ കേൾക്കുന്നത് അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടായ അല്ലെ ഒരു കാര്യമാണ്. എന്ത് അക്ഷരങ്ങളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്? നിങ്ങൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, നിങ്ങൾക്ക് വളരെയധികം പരിചിതമായ ഭാഷയായ അറബിയിലുള്ള അക്ഷരങ്ങൾ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ അല്ലെ, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ സെന്റൻസസിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ സ്വന്തം ഭാഷ, നിങ്ങളുടെ സ്വന്തം ഹുറൂഫ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് ഉപയോഗിച്ച്? അല്ലെ, ഖുർആന്റെ ഈ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ഖുർആന്റെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റൂല, ചലഞ്ചാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്, സെയിം ഹുറൂഫുകൾ അല്ലെ, നിങ്ങൾ ഉപയോഗിച്ച അതേ അക്ഷരങ്ങൾ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഒരു ഉദ്ദേശം എന്താണ്? ഖുർആന്റെ മിറാക്കുലസ് നേച്ചർ, ഖുർആന്റെ മുഅ്ജിസ അവരെ കാണിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, കാരണം ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യന്മാര് സംസാരിക്കുന്ന ഭാഷയിലാണ് വന്നിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യന്മാര് സംസാരിക്കുന്ന ഭാഷയിൽ, അവര് ഉപയോഗിക്കുന്ന ഭാഷയിൽ, അറബിയിൽ വന്നിട്ട് അത് അവർക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, യെസ്, ഇതിനകത്ത് എന്തോ ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, സെയിം ലെറ്റർ സെയിം വേർഡ്സ് അതുപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മളൊന്ന് നോക്കട്ടെ, നമ്മൾ സ്ഥിരം സംസാരിക്കുന്നില്ലേ, നമ്മൾ സ്ഥിരം കവിത എഴുതുന്ന ഭാഷയല്ലേ ഇത്, എന്നാ പിന്നെ ഒന്ന് എഴുതി നോക്കട്ടെ. അവര് ശ്രമിക്കും, അവർക്ക് പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പം അവിടെയാണ് ഖുർആൻ ഒരു മുഅ്ജിസത്താവുന്നത്. അത് ഒരു സാധാരണ മനുഷ്യന്റെ സംസാരമല്ല. കാരണം ആ സമയത്തുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയതാണ് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിത എഴുതിയതാണെന്ന് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു സാധാരണ മനുഷ്യന്റെ സംസാരമല്ല, ഇത് സൃഷ്ടാവിന്റെ സംസാരമാണെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആനെ പോലെ ഒന്ന് സംസാരിച്ച് നോക്കെന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ല അല്ലെ. അപ്പം ഖുർആന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഒരു
വശം. ഇനി ഈ ഹുറൂഫുൽ മുഖത്താഅത്തിനെ ഫോളോ ചെയ്തിട്ട് എപ്പോഴും മിക്കവാറും വരെ എന്താണ് ഖുർആന്റെ സ്റ്റേറ്റസ് ഉയർത്തുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. സൂറ ബഖറയിൽ എന്താ പറഞ്ഞത്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് ഒരു സംശയവും ഇല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ മനുഷ്യന്മാർക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചിലപ്പോൾ മാറ്റി പറയേണ്ട സാഹചര്യങ്ങൾ പറയേണ്ട, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയ അല്ലെങ്കിൽ തെറ്റായി പോയ കാര്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒരു സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ അത് റബ്ബിൽ നിന്നുള്ളതായിരിക്കണം അല്ലെ. ഇവിടെ ഈ സൂറ ആല ഇമ്രാനിൽ എന്താ പറഞ്ഞത്? നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് അല്ലെ. ഹക്കും കൊണ്ട് വന്നിട്ടുള്ള ഗ്രന്ഥമാണത്. ആർക്കാ അങ്ങനെ ഉറപ്പിച്ച് ഹക്ക് കൊണ്ടുവരാൻ പറ്റുക? അതും റബ്ബിനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹുറൂഫുൽ മുഖത്താഅത്ത് പറഞ്ഞതിന്റെ പിന്നാലെ ഖുർആനിൽ എപ്പോഴും ഖുർആന്റെ ആ ഒരു സ്റ്റേറ്റസ് ഉയർത്തുന്ന, അതിന്റെ ഹൈ സ്റ്റേറ്റസ് കാണിക്കുന്ന ആയത്തുകൾ വരാറുണ്ട്. അതേപോലെ ഖുർആന്റെ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ആയത്തുകൾ വരും. സൂറ റൂമിലും തുടക്കത്തിൽ എന്താണുള്ളത്? അലിഫ് ലാം മീം കഴിഞ്ഞിട്ട് ഗുലിബത്തി റൂം അല്ലെ. റോമാക്കാര് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ അവിടെ എന്താ പറയുന്നത്? ഭാവിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ സംഭവിച്ചിട്ടില്ല, ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, ഒരു പ്രവചനാണ്. അത് പിന്നീട് സംഭവിക്കുകയും ചെയ്തു. അത് ഖുർആന്റെ അത്ഭുതം അല്ലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ സൂറ മറിയമില് കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. നിന്റെ രക്ഷിതാവ് തന്റെ ദാസനായ സക്കരിയാക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം അത്രേ ഇത്. പണ്ട് നടന്ന ഒരു കാര്യം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഉണ്ടായിരുന്നോ? സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ സമയത്ത്, മറിയം അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല അല്ലെ. അത് പറയാണ്. അപ്പൊ ഇങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാവുന്നത്. അപ്പം ഈ ഹുറൂഫുൽ മുഖത്താഅത്ത് ഖുർആന്റെ മിറാക്കുലസ് നേച്ചർ, മുഅ്ജിസയെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ളത് അതിനെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ പ്രകടമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് അതിൽ എഴുതാം. അതും നിങ്ങളിൽ ഒരുപാട് അറബിക് എക്സ്പേർട്സ് ഉണ്ട് അല്ലെ. അറബികളിൽ അവർ ഭയങ്കര ഭാഷാ നൈപുണ്യമുള്ള ആൾക്കാരായിരുന്നു. കവിതകളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ പീരീഡ് ആണ് അല്ലെ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതാണോ ഈ നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതുന്നത് അല്ലെ. ചാലഞ്ചാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അതിനെ തുടർന്ന് ഖുർആന്റെ സ്പെഷ്യാലിറ്റി വെളിപ്പെടുത്തുന്ന ആയത്തുകൾ. അപ്പോൾ അതാണ് നമുക്ക് ഹുറൂഫുൽ മുഖത്താഅത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് പോവാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. നമുക്ക് വാക്കർത്ഥം നോക്കാം. അല്ലാഹു, അല്ലാഹു. ലാ ഇലാഹ, ആരാധ്യനേ ഇല്ല. ഇലാഹ എന്ന വാക്കിന്റെ റൂട്ട് ലെറ്റേഴ്സ് ആണ് ഹംസ, ലാം, ഹ. ഈ റൂട്ട് ലെറ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റൂട്ട് ലെറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒരു ക്ലാസ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ബൈഹാർട്ട് പഠിക്കൽ രക്ഷയില്ല. നമ്മൾ കുറച്ച് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് എക്സാം എഴുതി അങ്ങോട്ട് പോകുമ്പോൾ അതങ്ങോട്ട് ഭയങ്കര രസമായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങൾ പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക, അവർക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത്രക്ക് രസമാണ്. മാത്രമല്ല അത് നമ്മളെ ഖുർആനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ആയത്തിൽ ഏത് വാക്ക് കാണുമ്പോഴും അതിന്റെ റൂട്ട് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോകെ നമുക്ക് ഖുർആൻ ആ അറ്റം മുതൽ ഈ അറ്റം വരെ വായിച്ചു കഴിഞ്ഞാൽ ഒരു 60% to 70% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ന്യൂ ആയിട്ടുള്ള വാക്കുകൾ ഒഴികെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ എന്തും പുതിയത് കാണുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെ. എന്തൊരു കാര്യം പുതിയത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ അതങ്ങ് നമുക്ക് എളുപ്പമായി മാറുക ചെയ്യാം. അതുകൊണ്ട് ആരും പേടിക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇല്ലാ ഹുവ, അവനല്ലാതെ, അൽ ഹൈ, ജീവിച്ചിരിക്കുന്നവനായ. ഓക്കെ, ജീവത്തായുള്ളവൻ. ഹ യ ആണ് റൂട്ട്. അൽ ഖയ്യൂം, സർവനിയന്താവ്, സ്വയം നിലകൊള്ളുന്നവനായ. ഖാഫ് വാവ് മീം ആണ് റൂട്ട്. നമുക്ക് തഫ്സീർ നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ. അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് നമ്മൾ മുമ്പ് ആയത്തുൽ കുർസിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലേ, ഇതിന്റെ ഹെവിനെസ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഭയങ്കരാണ്.
നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനേക്കാളും അപ്പുറത്തേക്ക് ഖനമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഈ വാക്കുകളും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം 7 ആകാശങ്ങളും ഭൂമിയും തുലാസിന്റെ ഒരു സൈഡിൽ ഇട്ട് കഴിഞ്ഞാലും ഇപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അതിനാണ് കനം കൂടുതൽ. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റൂലേ ഒരു വാക്കിന്റെ കനം അങ്ങനെ ആവുമ്പം. സുബ്ഹാനല്ലാഹ്, ഞാനിത് നമ്മളെ കിഡ്സിന്റെ സെഷന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവരടുത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ആരെങ്കിലും പോണ വഴിക്കൊന്ന് തോണ്ടിയതല്ലേ, കുഴപ്പമില്ല അല്ലേ, അന്ന് തട്ടി അങ്ങ് മാറി. പക്ഷെ ഒരാൾ നമ്മളൊരു ചെറിയൊരു കല്ലെടുത്ത് എറിഞ്ഞ്, അപ്പം ചിലപ്പോൾ ഒന്ന് തറച്ചിട്ടുണ്ടെങ്കിൽ തട്ടിന് നമുക്ക് വരാം. ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞ്, അപ്പോൾ കനം കൂടിയത് കൊണ്ട് നമ്മളത് നല്ലപോലെ അത് ഹിറ്റാവുകയും ചെയ്തില്ലേ. അത് പക്ഷെ നമുക്ക് ശാരീരികമായിട്ട് അറിയുന്നതാണ്. എന്നാൽ ഫിസിക്കൽ അല്ലാത്ത ഒരു കാര്യം നമ്മളടുത്ത് ആരെങ്കിലും നീ എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും അല്ലേ. എന്നാലും അവരെന്താ അങ്ങനെ പറഞ്ഞേ. പക്ഷെ കനത്തിൽ എനിക്ക് പണ്ടേ അറിയാം നീ ഇങ്ങനെയാണ്, നീ മോശമാണ്, നിനക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ മോശമായിട്ടേ ചെയ്യുള്ളൂ, നിന്റെ സ്വഭാവം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾക്ക് നല്ല കനാണ് അല്ലേ. നമ്മളെ ഹൃദയത്തിൽ അത് വെയിറ്റ് ആയിട്ട് അവിടെ കിടക്കും. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം വാക്കുകളുടെ കനത്തിലുള്ള വ്യത്യാസം ശരിക്കും ചെറിയ തോതിലെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഭൂമിയിൽ കാര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ചില ഹെവിനെസ് തന്നെ നമുക്ക് കുറെ ദിവസം നമ്മളെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് പോകില്ല, ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ. സുബ്ഹാനല്ലാഹ്, അതാണ് വാക്കിന്റെ കനം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 ആകാശങ്ങളും ഭൂമിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് സൃഷ്ടിച്ച സകല ചരാചരങ്ങളെ ഒരു തുലാസിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റേ സൈഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കനം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണെന്ന് പറയുമ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല ഇലാഹ ഇല്ലല്ലാഹിന്റെ കനം എന്താന്ന്. നമ്മളുടെ ഈ അല്ലെ വളരെ ഷാലോ ആയിട്ടുള്ള നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂല. പക്ഷെ നമുക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറൊരു ഇലാഹ് ഇല്ല. അവൻ ആരാണ്? അൽ ഹയ്യാണ് അല്ലെ, എന്നും നിലനിൽക്കുന്നവനാണ്, ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂമാണ്, എന്താണ്, നിലനിർത്തുന്നവനാണ് അല്ലെ, അവൻ നിയന്ത്രിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേഴ്സണൽ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഏറ്റവും മഹത്വമേറിയ പേരാണ് അള്ളാഹ്. ആ പേര് വേറെ ആർക്കും ഇല്ല അല്ലെ. അള്ളാഹു ലാ ഇലാഹ, അവൻ ആരാണ്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹ് ഇല്ല, ഗോഡ് ഇല്ല അല്ലെ. കാരണം എന്താണ്? അതെന്തുകൊണ്ടാ? അവൻ അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കും അള്ളാഹു ഓക്കെ, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ആരാധനയില്ല. പക്ഷെ അത് അൽ ഹയ്യും അൽ ഖയ്യൂമും ആയതുകൊണ്ട് മാത്രമാണ്. കാരണം അള്ളാഹു ഒരുപാട് സിഫത്തുകളില്ലേ അല്ലെ, ഒരുപാട് പേരുകളില്ലേ. പക്ഷെ അതിനുള്ള ഉത്തരം ശരിക്കും ഹയ്യിന്റെയും ഖയ്യൂമിന്റെയും വിശദീകരണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും നമുക്കൊന്നും കൂടെ അത് കാണാം ഇൻഷാ അള്ളാഹ്. ഓക്കെ, എന്താണ് ഈ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഹെവിനെസ് എന്താണ്, അതിന്റെ ഒരു ആഴം എന്താണെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു മാത്രമാണ് ഏകനായ റബ്ബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ്, അവനിലേക്ക് എല്ലാവരും മടങ്ങുന്ന എന്തൊന്നാണോ അതാണ് ഇലാഹ്. എല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന എന്തൊന്നുണ്ടോ അതാണ് ഇലാഹ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വേറെ ഒന്നും ഈ ആരാധന അർഹിക്കുന്നില്ല. ഈ ഒരു ഇലാഹ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ വേറെ ഒരു വസ്തുവും ഒരു ജീവജാലവും ഒരു ക്രിയേഷനും അർഹിക്കുന്നില്ല അല്ലെ. ഈ ഇലാഹ് എന്ന് പറയുന്ന ടൈറ്റില് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം ഉള്ളതാണ്. വേറെ പലരും ദൈവമാണെന്ന് ക്ലെയിം ചെയ്തവരുണ്ട് അല്ലെ, ഇലാഹാണെന്ന് ക്ലെയിം ചെയ്തവരുണ്ട്. പലരെയും മനുഷ്യന്മാർ ആരാധിക്കുന്നുണ്ട്, പലർക്കും മനുഷ്യന്മാർ സുജൂദ് ചെയ്യുന്നുണ്ട്, മറ്റു പല ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ ചുറ്റുപാടും തന്നെ. സുബ്ഹാനല്ലാഹ് അല്ലെ, ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും എന്തല്ല? ഇലാഹല്ല. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇബാദത്തിന് അവർക്ക് അർഹതയുമില്ല. സുബ്ഹാനല്ലാഹ്. ആരും അവരെ ഇബാദത്ത് ചെയ്യാൻ അർഹിക്കുന്നില്ല. കാരണം ഇലാഹ് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം അർഹിക്കുന്ന പേരാണ്. ആകാശത്തിലും ഭൂമിയിലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, പർവ്വതങ്ങളും മലകളും പാറകളും മനുഷ്യന്മാരും മൃഗങ്ങളും ഒക്കെ അള്ളാഹുവിനെ കൂടാതെ പലരും ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരൊന്നും എന്താണ്? ഇലാഹ് അല്ല. സൂറ അൻ-നജ്മില് 23-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ അല്ലെ.
സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇപ്പം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ, ദേവതകൾ എന്താണ്? വെറും പേരുകളാണ്. നിങ്ങൾക്ക് അതിന് ഒരു യാഥാർത്ഥ്യവും ഇല്ല. ആരാണ് അതിന് പേരുകൾ കൊടുത്തത്? നിങ്ങൾ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും. അതൊന്നും ദൈവങ്ങളല്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായിട്ട് ഇലാഹിനെ കുറിച്ച്, ഇലാഹിന്റെ വിശദീകരണത്തിന് അർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ബാക്കിയെല്ലാം എന്താണ്? ബാത്തിലാണ്, ഫാൾസ് ആണ് അല്ലേ? അള്ളാഹ് മാത്രമേ ഇലാഹായിട്ട്, ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളൂ. എന്തുകൊണ്ടാ? അവൻ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. സൂറ അൽ ബഖറയിൽ നമ്മൾ കണ്ടിരുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും. ആരെയാ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത്? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ ഇബാദത്തിന് അർഹൻ, വേറെ ഒന്നും അല്ല അല്ലേ? വേറെ ആരുമല്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ആരാധനയില്ല. അൽ ഹയ്യാണ് അവൻ, അൽ ഖയ്യൂമാണ്. അൽ ഹൈ, അൽ ഖയ്യൂം എന്ന് പറയുന്ന പേരുകളെ കുറിച്ച് പറയുമ്പോൾ, അൽ ഹൈ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഹ യ ആണ് റൂട്ട്. ഹയാത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവൻ, ജീവിതം അല്ലെ? ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഹയാത്ത് ഉള്ളവൻ, ഓക്കെ, ജീവിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പറയുമ്പോൾ അൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവർ ലിവിങ് ആണ്, എന്നെന്നും ജീവിക്കുന്നവനാണ് അല്ലെ? അവൻ എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അവന് ക്യാമൽ ആയിട്ടുള്ള ഹയാത്ത് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഹയാത്താണ് അവനുള്ളത്. മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് അൽ ഹൈ എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അവനാണ് ഹയാത്ത് നൽകുന്നവൻ, ജീവൻ നൽകുന്നവനും അവനാണ്. സുബ്ഹാനല്ലാഹ്. അൽ ഖയ്യൂം എന്ന് പറയുമ്പം ഖാഫ് വാവ് മീം ആണ് റൂട്ട്. ഖാമ എന്നുള്ള വാക്ക് അല്ലെ? ഖും, ഖാമ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഴുന്നേൽക്കാം, എഴുന്നേറ്റ് നിൽക്കുക, സ്റ്റാൻഡ് ചെയ്യാം. ഖിയാം എന്താണ്? നിൽക്കലാണ്, നിൽപ്പിനാണ് ഖിയാം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഖിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിൽക്കുക. ആ വാക്കിൽ നിന്നാണ് ഖായിം എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഖിയാമിൽ നിന്നാണ് ഖായിം എന്ന് പറഞ്ഞത്. ഖായിം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ. ഇനി ഈ ഒരു കാര്യത്തില് നമ്മളൊന്ന് എക്സസീവ് ആയിട്ട്, നല്ലോണം എക്സാജറേറ്റ്, വലിച്ചങ്ങോട്ട് പിടിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നിൽക്കലല്ല, നിന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, സ്ഥിരമായിട്ട് ചെയ്യുന്നവൻ. അപ്പം അവൻ ആരാവും? ഖവ്വാമാവും. ഓക്കെ, ഖാമ അല്ലെങ്കിൽ ഖിയാം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് ഖായിം ആവും അല്ലെ? അല്ല, നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഖായിം ആവും. അത് കുറച്ചധികം സ്ഥിരമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിന്നുകൊണ്ടേയിരിക്കുന്നവനാകുമ്പോൾ അത്, അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നവനാകുമ്പോൾ അത് എന്താവും? ഖവ്വാം ആവും. ഖവ്വാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാം. അതുകൊണ്ടാണ് പുരുഷന്മാർ എന്താണ് സ്ത്രീകളുടെ മേലെ ഖവ്വാമായത് അല്ലെ? കാരണം അവർ ജസ്റ്റ് ഭാര്യക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ല കൊടുക്കുന്നത്, സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെ? കുടുംബത്തിന് സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അവരെ ഫുൾ ടൈം ജോബ് അത്. രാവിലെ മാത്രം കൊടുത്തിട്ട് ഉച്ചക്ക് പട്ടിണിക്ക് ഇടാൻ പറ്റൂല അല്ലെ? വേനൽക്കാലത്ത് മാത്രം കൊടുത്തിട്ട് മഴക്കാലത്ത് പട്ടിണിക്ക് ഇടാൻ പറ്റില്ല. കൊല്ലം മുഴുവനും, ദിവസം മുഴുവനും, കാലം മുഴുവനും അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്, നിലനിർത്തുന്ന ആൾക്കാരാണ് അല്ലെ? അവർ യങ് ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും പുരുഷന്മാർ തന്നെയാണ് ഖവ്വാം. ഓക്കെ, ഖവ്വാം എന്ന് പറഞ്ഞാൽ കുറെ അധികം നിൽക്കുന്നവൻ, സുബ്ഹാനല്ലാഹ്, എക്സസീവ് ആയിട്ട് നിൽക്കുന്നവൻ. അതിന്റെയും അടുത്ത ലെവലാണ് ഖയ്യൂം. ഓക്കെ, ഖയ്യൂം. അത് അതിനൊന്നൊരു ആദ്യവും ഇല്ല അവസാനവും ഇല്ലാത്ത രീതിയിൽ നിലനിർത്തുന്നത് അല്ലെ? ഈ ഖവ്വാം ആണെങ്കിൽ പോലും അവർക്ക് തുടക്കവും അവസാനവും ഉണ്ട് അല്ലെ? ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ അതിനൊരു തുടക്കം, ആ ഒരു റോളിന് തന്നെ തുടക്കമുണ്ട്, അവസാനമുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ? പക്ഷെ ഖയ്യൂം എന്ന് പറയുമ്പോൾ അതിന്റെയും അടുത്ത ഡിഗ്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഖയ്യൂമിന് രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അവൻ സ്വയം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓക്കെ, സ്വയം നിലനിൽക്കുന്നവനാണ്, ഫുള്ളായിട്ട് ഒന്നിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് സെൽഫ് സബ്സിസ്റ്റിങ്, സ്വയം നിലനിൽക്കുന്നതാണ് അവൻ. സുബ്ഹാനല്ലാഹ്. അവന് ഒന്നിന്റെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്, മറ്റുള്ളവരുടെ ആവശ്യം അവനില്ല. രണ്ടാമത്, അവൻ നിലനിർത്തുന്നവനാണ്, എല്ലാത്തിനെയും നിലനിർത്തുന്നവനാണ്. ഓക്കെ, എല്ലാം അവനെ ഡിപ്പെൻഡന്റ് ആണ്, എല്ലാം അവനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പം ഇതാണ് അൽ ഹയ്യിന്റെയും അൽ ഖയ്യൂമിന്റെയും ഭാഷാപരമായ അർത്ഥം. ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 2 നാമങ്ങളാണ് അല്ലെ? അള്ളാന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫാത്തുകളും അള്ളാന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസും ഉൾക്കൊള്ളുന്നതാണ് ഈ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതിന്റെ കാരണം എന്താണ്? അവൻ അൽ ഹയ്യാണ്, അൽ ഖയ്യൂം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പം ഇത് രണ്ടും അല്ലല്ലോ, അള്ളാഹ് വേറെ ഒരുപാടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹയ്യിനകത്തും ഖയ്യൂമിനകത്തും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ
എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫാത്തുകളും എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള അള്ളാഹിന്റെ ആക്ഷൻസും അള്ളാഹിന്റെ ചെയ്തികളും പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അൽ ഹൈ എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അതിന്റെ വാക്കർത്ഥം അല്ലെ, ഭാഷാപരമായ അർത്ഥമാണ്. ഇനി അതിനകത്തേക്ക് അടങ്ങിയിരിക്കുന്ന അടുത്ത ലെവലിൽ ആഴത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അൽ ഹൈ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞ അള്ളാഹിന്റെ എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫാത്തുകളും ഉൾപ്പെടുന്നതാണ്. അൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസും ഉൾപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണത്? നമുക്ക് അൽ ഹൈ എടുത്തു നോക്കാം. അൽ ഹൈ എന്ന് പറഞ്ഞാൽ അവൻ എന്നെന്നും നിലനിൽക്കുന്നതാണ് അല്ലെ. അവന് കാമിലായിട്ടുള്ള ഹയാത്ത് ഉണ്ട്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം ഉള്ളവനാണ്. അപ്പം എന്താണ്? എൻറ്റയർലി അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം അവനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന് വുജൂദില്, അതായത് നിലനിൽപ്പില് അവൻ പെർഫെക്റ്റ് ആണ്. രണ്ട് സമാനില്, സമയത്തില് അവൻ പെർഫെക്റ്റ് ആണ്. എന്താ അതിന്റെ അർത്ഥം? അവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കാലങ്ങൾക്ക് അതീതമാണ് അല്ലെ. അവൻ എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നും നിലനിൽക്കും. അവന്റെ മുമ്പ്, അതായത് അവന് ഉണ്ടാവുന്നതിന് മുമ്പ് ഇല്ലാത്തൊരവസ്ഥ അവന് ഉണ്ടായിരുന്നില്ല അല്ലെ. ഇനി പിന്നീട് ഒരു കാലത്തും അവൻ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാവൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എന്നേക്കും കാലാതീതമായിട്ട് നിലനിൽക്കുന്നവനാണ് അവൻ. അങ്ങനെ അവൻ നിലനിൽക്കുമ്പം അവന്റെ നിലനിൽപ്പ് എന്താണ്? വുജൂദ് എന്താണ്? പെർഫെക്റ്റ് ആണ്. അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അവന് ഒരു തരത്തിലുള്ള കുറവുകളുള്ള നിലനിൽപ്പല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും രീതിയിൽ അവന്റെ നിലനിൽപ്പിന് ഒരു കുറവുണ്ടോ? ഇല്ല. സൂറ ഹദീദില് 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. അവന് സർവ്വകാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്നതിന് മുമ്പ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. കുന്തും അംവാതൻ അല്ലെ. എന്നിട്ട് അള്ളാഹു നമ്മളെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഇതുപോലെ അവര് നിലനിന്നിട്ടില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു ആരാണ്? അൽ അവ്വലാണ് അല്ലെ. അവനാണ് ഏറ്റവും ആദ്യം. അതിന്റെ മുമ്പ് വേറൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ രീതിയിൽ അവന്റെ ഹയാത്ത് എന്താണ്? പെർഫെക്റ്റ് ആണ് അവന്റെ ജീവൻ. ഇനി അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനല്ലാത്ത വേറെ ഏത് സൃഷ്ടിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുറവുണ്ട് അല്ലെ. രോഗങ്ങളായിട്ട്, അറിവില്ലായ്മയായിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അത് അവസാനമായിട്ട് ഇപ്പൊ മനുഷ്യന്മാരും മൃഗങ്ങളും ഒക്കെ ആണെങ്കിൽ അത് നശിച്ചു പോകും. അതിന്റെ ഒരു കുറവാണല്ലോ. ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത് അതിന്റെ ഒരു കുറവാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള കുറവുകൾ അവർക്ക് ഉണ്ട് അല്ലെ. പക്ഷെ അള്ളാഹ്ക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസിയും ഇല്ല. കാരണം അവൻ എന്നും നിലനിന്നിട്ടുണ്ട്, എന്നും നിലനിൽക്കുകയും ചെയ്യും. അതും പെർഫെക്റ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ എൽമും പെർഫെക്റ്റ് ആണ്. കാരണം അവൻ എന്നും നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. പണ്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും അറിയാം, ഇനി നാളെയുള്ള എല്ലാ കാര്യങ്ങളും അവന് അറിയാം. അപ്പം അള്ളാന്റെ അൽ ഹൈ എന്ന് പറയുന്നത് അള്ളാന്റെ എല്ലാ സിഫാത്തുകളും അതിന്റെ കംപ്ലീറ്റ് പെർഫെക്ഷനിൽ ഉൾക്കൊള്ളുന്നതാണ്. അവന്റെ അറിവ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിനകത്ത് പെർഫെക്റ്റ് ആണ്. ഈവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ അറിയാ? നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും അല്ലെ. 1000 കൊല്ലം മുമ്പ് നടന്ന എന്തെങ്കിലും കാര്യം നമുക്കറിയോ? ഇല്ല. 1000 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവും? നമുക്കറിയില്ല. നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റുമോ? ഇല്ല അല്ലെ. നമ്മുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ റൂമിലുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇത് ഈ മതിലിന്റെ അപ്പുറത്ത് എന്താന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അള്ളാഹിന്റെ സൃഷ്ടികളുടെ ഒക്കെ എൽമ എന്താണ്? ഇംപെർഫെക്റ്റ് ആണ്. പക്ഷെ അള്ളാഹിന്റെ എക്സിസ്റ്റൻസ് പെർഫെക്റ്റ് ആയതുകൊണ്ട് അവന് കംപ്ലീറ്റ് നോളജ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അവന്റെ കുതിറ അല്ലെ, അവന്റെ കഴിവ് പെർഫെക്റ്റ് ആണ്. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലെ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ്. അവന്റെ പവർ പെർഫെക്റ്റ് ആണ്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അന്നും അവന് കഴിവുണ്ട്, ഇപ്പോഴും കഴിവുണ്ട്, നാളെയും അതുണ്ടാവും. അവനെ ഒന്നിനും ഉപദ്രവിക്കാൻ പറ്റൂല അല്ലെ. പിന്നെ ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവന് ഉറക്കവും ക്ഷീണവും ഒന്നും അതും ഇല്ല. അപ്പം അവൻ എന്താണ്? അൽ ഹൈ എന്ന് പറയുമ്പം അതിന്റെ എല്ലാ പെർഫെക്റ്റ് ക്വാളിറ്റീസും അതിനകത്തുണ്ട്. ഇനി അവന്റെ അവന്റെ കേൾവിയിലെ ബസുർ, അവന്റെ കാഴ്ച, അങ്ങനെയുള്ള അവന്റെ എല്ലാ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും ഈ അൽ ഹയ്യില് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി സമയം പോകെ പോകെ നമ്മളൊക്കെ കാഴ്ച കുറയുന്നത് പോലെ, കേൾവി കുറയുന്നത് പോലെ അവന് കുറവ് സംഭവിക്കുമോ? അതുമില്ല. അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം സംഭവിക്കുമോ അവന്? അതുമില്ല അല്ലെ.
അപ്പം അങ്ങനെയുള്ള അവനല്ലാതെ വേറെ ആരാണ് ആരാധനയ്ക്ക് അർഹനുള്ളത്? സുബ്ഹാനല്ലാഹ്. അവനെ പോലെ അല്ലെ ഹയാത്തിന്റെ കാര്യത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അവൻ മാത്രമാണ് ഇലാഹ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ, ഒരു പക്ഷേ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് നമുക്കൊക്കെ പേടിയുള്ള പല ആളുകളും ഉണ്ടായിട്ടുണ്ടാകും. പേടി ഇൻ ദ സെൻസ്, നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാന്ന് അറിയാം, പക്ഷെ എന്നാലും അവരെ പേടിച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെ നമ്മളൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആ വ്യക്തികളെ പേടി ഉണ്ടാവുന്നത്? അവർക്ക് എന്തോ നമ്മളെക്കാൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഒന്നെങ്കിൽ അവർ അറിവ് കൊണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട്, അധികാരം കൊണ്ട്, പൈസ കൊണ്ട്, എന്തൊക്കെയോ കൊണ്ട് നമ്മളെക്കാൾ താഴെയുള്ള ആരെങ്കിലും നമ്മൾ പേടിക്കുമോ? അല്ലെ, ഒരു നമ്മളെ വീട്ടിൽ ഭിക്ഷക്ക് വരുന്ന ഒരാള്, അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആരെങ്കിലും നമ്മൾ പേടിക്കുമോ? ഇല്ലല്ലേ. അപ്പൊ നമ്മളെ മനുഷ്യ സഹജമാണ് എല്ലാം അധികമുള്ളതിനെ നമ്മൾ ഭയപ്പെടും. പൊതുവെ നമ്മൾ സമൂഹത്തിൽ ആർക്കാ കൂടുതൽ ബഹുമാനം കൊടുക്കുക? പണവും അധികാരവും ഉള്ളവർക്ക് നമ്മൾ കൂടുതൽ റെസ്പെക്ട് കൊടുക്കും അല്ലെ. നമ്മൾ ചിലപ്പോൾ പാവങ്ങളെ നാല് ചീത്ത പറയായിരിക്കും എന്തെങ്കിലും ചെയ്താലോ, പക്ഷെ ഒരു പണം അധികാരമുള്ളവൻ അതേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചീത്ത പറയുമോ? നമ്മൾ അങ്ങനെയൊക്കെ പറയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ലോകത്തിന്റെ അവസ്ഥ അല്ലെ. അങ്ങനെയാണ് ലോകം. അപ്പൊ നമുക്ക് എന്തെങ്കിലും അധികമുള്ളവരെ നമ്മൾ പേടിക്കും. പേടി അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഇബാദയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എപ്പോഴും ഒരു പക്ഷേ ജീവിതത്തിൽ പലരെയും പേടിക്കുന്നുണ്ടാവും അല്ലെ. പലതിനെയും നമ്മൾ പേടിക്കുന്നുണ്ടാവും. പല ശരികളും നമ്മൾ ചെയ്യാതിരിക്കുന്നത് പലതിനെയും പേടിച്ചിട്ടായിരിക്കും. പക്ഷെ അള്ളാഹ് പറയാണ്, ഈ പറഞ്ഞ എല്ലാ കഴിവും എല്ലാ അർത്ഥത്തിലും തികഞ്ഞത് റബ്ബ് മാത്രമാണെന്നല്ലേ. പക്ഷെ അപ്പോഴും നമ്മളുടെയൊക്കെ ഇബാദത്തുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെ, നമ്മളുടെയൊക്കെ അനുസരണകൾ, നമ്മുടെയൊക്കെ പേടികൾ, നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ വേറെ എന്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഈ അൽ ഹയ്യിന്റെയും അൽ ഖയ്യൂമിന്റെയും ഒന്നും ഗ്രാവിറ്റി, അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് ഇപ്പോഴും അറിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ശരിക്കും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ശരിക്കും അവനെ മാത്രമേ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ അവനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട്, ഏറ്റവും ഭയം കൊണ്ട്, ഏറ്റവും പ്രതീക്ഷ കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ പലപ്പോഴും അല്ലെ, തൗഹീദിൻ്റെതായ ആയത്തുകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നമ്മളാണ് ഏറ്റവും പെർഫെക്റ്റ് തൗഹീദിന്റെ ആൾക്കാരെന്ന് വിചാരിച്ച് തുടങ്ങിയ ആൾക്കാരാണ് അല്ലെ. പക്ഷെ പല സ്ഥലങ്ങളിലും അല്ലെ അള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തൗഹീദ് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല അല്ലെ. നമുക്ക് അള്ളാഹ് അല്ലാത്ത എന്തൊക്കെയോ ഇഷ്ടങ്ങളും എന്തൊക്കെയോ പേടികളും എന്തൊക്കെയോ അനുസരണകളും നമുക്കുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അൽ ഹയ്യിന്റെയും ഈ അൽ ഖയ്യൂമിന്റെയും ഒന്നും പെർഫെക്ഷൻ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഈ അള്ളാഹ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എന്തിനാ പറയുന്നതെന്നല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച സ്വർഗത്ത് പോകും നമുക്ക് അറിഞ്ഞുകൂടെന്നല്ലേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കനം എന്താണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു നമ്മൾ ഓരോ അവസ്ഥകളിൽ എത്തുമ്പോഴും അല്ലെ, നമ്മൾ വളരെ ബേസിക് ലെവലിൽ നിൽക്കുമ്പോൾ അള്ളാഹ് നമ്മളെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. അപ്പൊ നമുക്കൊന്നും അറിയാത്ത അവസ്ഥയാണ് അല്ലെ. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നമ്മളടുത്ത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഒരിത്തിരിയും കൂടെ അറിയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പം അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ആയത്തുൽ കുർസി പറഞ്ഞു. ഇപ്പൊ ദാ ആലിമ്രാനിൽ എത്തിയിട്ട് വീണ്ടും അള്ളാഹ് പറയാണ്, നമ്മൾ ഓരോ അവസ്ഥകളിൽ എത്തുമ്പോഴും ഇതിനെ മനസ്സിലാക്കുന്ന രീതികളിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെയാണോ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളടുത്ത് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പം അൽ ഹയ്യ് എന്ന് പറയുമ്പം അത്രയും പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെ. ഞാനിപ്പോ ഇന്നിപ്പം അവര് ചെയ്ത ഈ കാര്യത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ നാളെ ഓര് എനിക്ക് തരുന്ന അത് തരൂലെങ്കിലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പം എവിടെയോ നമ്മൾ അറാസിഖ് എന്ന് പറയുന്ന റബ്ബിന്റെ പെർഫെക്ഷൻ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലെ. അവരെന്നെ ചീത്ത പറയോ അല്ലെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാന്റെ എന്തൊക്കെയോ ക്വാളിറ്റീസ് നമുക്ക് അവിടെ നമ്മൾ അവർക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ക്വാളിറ്റീസ് ഒക്കെയും തികഞ്ഞ അൽ ഹയ്യായ അൽ ഖയ്യൂമായ റബ്ബാണ് നിന്റെ ഇലാഹ് എന്ന് അള്ളാഹ് പറയുമ്പം സുബ്ഹാനല്ലാഹ്, നമുക്ക് വേറെ എന്താ ചെയ്യാനുണ്ടാവാ? സമിഅ്ന വ അതഅ്ന മാത്രം അല്ലെ. അള്ളാഹ് നീ പറഞ്ഞത് മുഴുവനും ഞങ്ങൾ അതേപടി അനുസരിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് തെറ്റുപറ്റും, ഗുഫ്രാനക നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, അത് മാത്രമേ നമുക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ആ ചിന്തയിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാ? നമുക്കിപ്പോഴും അൽ ഹയ്യിന്റെയും അൽ ഖയ്യൂമിന്റെയും ഗ്രാവിറ്റി മനസ്സിലായിട്ടില്ല, സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്ന നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിന്റെ മേലാണോ ജീവിക്കുന്ന ആ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്കും നമ്മൾ
ജീവിതം കൊണ്ട് എത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ പെർഫെക്റ്റ് അവസ്ഥയിലേക്ക് എത്താനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇനി അൽ ഖയ്യൂം എന്ന് പറയുന്ന നാമം. ഓക്കെ, അൽ ഹയ്യിൽ നമ്മൾ പറഞ്ഞ അള്ളാഹിന്റെ എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫാത്തുകളും ഉണ്ട്. ഇനി അൽ ഖയ്യൂം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ പറഞ്ഞ അതിന്റെ അർത്ഥം? ഒന്ന്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ് അല്ലെ, അവൻ ഇൻഡിപെൻഡന്റ് ആണ്, അവന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. അതായത് ഹീസ് അള്ളാഹു ഖായിം അല നഫ്സിഹി. ഓക്കെ, സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു സപ്പോർട്ട് അവന് ആവശ്യമില്ല. അവന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, ശ്വസിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അവന് സന്തോഷിക്കണമെങ്കിൽ ആരെങ്കിലും ആ മാഷാ അല്ലാഹ് നീ അടിപൊളിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അവൻ ഒന്നിന്റെ ആവശ്യമില്ല, അവൻ എല്ലാത്തിനും അതീതനായിട്ട് സ്വയം നിലനിൽക്കുന്നവനാണ്. രണ്ടാമത്തെ മീനിങ് എന്താണ്? ഖായിം അല ഖൈരിഹി. അതായത് മറ്റുള്ളവരെ എല്ലാത്തിനെയും അവൻ എന്താക്കുന്നത്? നിലനിർത്തുന്നുണ്ട് അല്ലെ. എല്ലാത്തിനെയും അവൻ നിലനിർത്തുന്നുണ്ട്. എന്നാൽ ഈ നിലനിർത്തുന്നവന് അവൻ ആവശ്യമുണ്ടോ? അതും ഇല്ല അല്ലെ. നമുക്കാണ് അവന് ആവശ്യം. അവൻ ആരുടെയും സപ്പോർട്ടിന്റെയും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അവന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഖയ്യൂം എന്ന് പറയുന്നത് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആക്ഷൻസിന്റെയും പെർഫെക്ഷൻ ആണ് അൽ ഖയ്യൂം. കാരണം അവൻ എന്ത് ചെയ്യണമെങ്കിലും ഒരാളെ ആവശ്യമില്ല, പക്ഷെ എല്ലാം അവനിൽ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. അവനാണ് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നത് അല്ലെ. എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഭക്ഷണ സാധനങ്ങളും, വെള്ളവും വായു ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? അവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നമ്മളുടെ ഈ അഫയേഴ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ. അതായത് ശരിയാ, ഇന്ന് വീട്ടിൽ ഇത്ര ആൾക്കാർക്ക് ഇത്ര എയർ വേണം ശ്വസിക്കാൻ, ഓക്കെ, ആ എയർ ഓൺ ആക്കട്ടെ. അതൊരു ദിവസം നമ്മൾ ഓണാക്കാൻ മറന്നു പോയാലല്ലേ, ഒരു ദിവസം നമ്മൾ ഉറങ്ങിപ്പോയാൽ അന്ന് വീട്ടിലുള്ളവരൊക്കെ ശ്വാസം മുട്ടിച്ചാവും. അത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? സുബ്ഹാനല്ലാഹ്. ഇന്ന് ഇത്രയും മഴ ഈ സ്ഥലത്ത് നമ്മളെ നാട്ടിൽ പെയ്താലേ നമുക്ക് ഇന്ന് ആ ചെടിയിൽ ഈ ഇല മുളയ്ക്കുള്ളൂ, മറ്റേ ചെടിയിൽ ആ പഴം ഉണ്ടാവുള്ളൂ, ഇന്ന് അടുക്കളയിലൊക്കെ ആവശ്യത്തിന് ഇത്രയും ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മളാണ് ആ മുകളിൽ ആകാശത്തിലെ വാട്ടർ സപ്ലൈ ഓൺ ആക്കേണ്ടത് വന്നതെന്ന് വെച്ചാൽ അല്ലേ, ഉറക്കവും ക്ഷീണവും മയക്കവും മടിയും ഒക്കെ ഉള്ള നമ്മളാണ് അത് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇന്ന് ആ ഹാർട്ടിന്റെ പമ്പിങ് ഓൺ ആക്കണം, അല്ലെങ്കിൽ കിഡ്നീന്റെ പ്രവർത്തനം ഓൺ ആക്കണം അല്ലെ എന്ന് നമ്മൾ, സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം നമ്മളെ കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അല്ലെ, എത്ര പൈസയും അധ്വാനവും മാനസികവും ശാരീരികവും അല്ല സാമൂഹികവുമായ പ്രയാസമാണ് ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ ഇന്നിപ്പോ ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും പമ്പ് ചെയ്യണം, അതിന്റെ സ്വിച്ച് ഓൺ ആക്കേണ്ടത് നമ്മളെയാണ് അള്ളാഹു ഏൽപ്പിച്ചിരുന്നതെങ്കിൽ നമുക്ക് ആ പ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അള്ളാഹു ആണ് അൽ ഖയ്യൂം. അതും അവൻ എനിക്ക് മാത്രമാണോ അത് ചെയ്തു തരുന്നത്? അല്ല. എന്റെ മാത്രം സ്വിച്ച് ആണോ അവൻ ഓൺ ആക്കുന്നത്? അല്ല. എല്ലാവരുടെയും അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മനുഷ്യന്മാരുടെയും, എല്ലാ സൃഷ്ടികളുടെയും, എല്ലാ ചരാചരങ്ങളുടെയും അവന്റെ ആ സപ്പോർട്ട്. അവൻ കറക്റ്റ് സമയത്ത് സൂര്യൻ ഉദിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെ, സൂര്യൻ ഒരു 2 ദിവസം കംപ്ലീറ്റ് ഉദിക്കാത്തൊരവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ചുറ്റുപാടും കാണുന്ന ഈ പച്ചപ്പുകളൊക്കെ ഇല്ലാണ്ടാവുമായിരുന്നു. ആ പച്ചപ്പുകൾ ഇല്ലെങ്കിൽ അത് തിന്ന് ജീവിക്കുന്ന മൃഗങ്ങൾ ഇല്ലാണ്ടാവുമായിരുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാണ്ടാവുമായിരുന്നു അല്ലെ, നമ്മളും ജീവിച്ചിരിക്കൂലായിരുന്നു. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പം ഇതൊക്കെ എന്താ അർത്ഥാക്കുന്നത്? അൽ ഖയ്യൂം, പെർഫെക്ഷൻ, അള്ളാന്റെ കർമ്മങ്ങളുടെ ആക്ഷൻസിന്റെ പെർഫെക്ഷൻ. എത്ര അത്ഭുതകരമാണല്ലേ. ഒരേ സമയത്ത് എത്ര ആളുകൾക്ക്, എത്ര സൃഷ്ടികൾക്ക്, ഒരേ സമയത്ത് എത്ര ആൾക്കാരെയാണ് അവൻ നോക്കുന്നത്. ഇതിന്റെ ഒക്കെ കൂടെ അല്ലേ അവർക്ക് ഓരോരുത്തർക്കും വേണ്ട അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇതിന്റെ ഒക്കെ കൂടെ അവൻ പ്രോമിസ് ചെയ്ത്, നമ്മൾ വത്തഖുല്ലാഹ വയഅല്ലിമുക്കുമുല്ലാഹ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുന്നു. പഠിപ്പുകൾ അള്ളാഹു എത്തിക്കുന്നില്ലേ, എല്ലാവർക്കും വേണ്ട അറിവുകൾ അള്ളാഹു എത്തിക്കുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അൽ ഖയ്യൂം, അവന്റെ ആക്ഷൻസിന്റെ പെർഫെക്ഷൻ. അപ്പം അവൻ അൽ ഹയ്യാണ്, അവൻ അൽ ഖയ്യൂം ആണ്. അതുകൊണ്ട് തന്നെ അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇപ്പോഴും എന്തിനൊക്കെയാ പേടിക്കുന്നത്? ആരൊക്കെയാ പേടിക്കുന്നത്? ആരിലൊക്കെയാ നമ്മളുടെ പ്രതീക്ഷ അല്ലെ. നമ്മൾ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മൂപ്പര് ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അത് ഇങ്ങനെ ചെയ്ത് കളയും, അപ്പൊ നമ്മൾ ആ കാര്യം അങ്ങനെ നടക്കൂല അല്ലെ. ദിവസവും നമുക്ക് അങ്ങനത്തെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവരെടുത്ത് വളരെ മയത്തിൽ നമുക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, അവരിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ കാര്യം അങ്ങനെ ആവും. അവിടുത്തെ ഖയ്യൂം ആരാണ്? അവരാണോ? സുബ്ഹാനല്ലാഹ്.
അപ്പം ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അൽ ഹയ്യ് അവനാണ്. അവന്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ സിഫാത്തുകളും പെർഫെക്റ്റ് ആണ്. അൽ ഖയ്യൂം അവനാണ്. അവന്റെ എല്ലാ ആക്ഷൻസും പെർഫെക്റ്റ് ആണ്. ശരിക്കും അൽ ഖയ്യൂം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഒരു 3 ദിവസത്തേക്ക് സൂര്യൻ ഉദിക്കാത്തത്, സുബ്ഹാനല്ലാഹ്, എന്താവും ലോകത്തിന്റെ അവസ്ഥ അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ഫാത്തിറിൽ 15-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അള്ളാഹുവോ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവന് ആവശ്യമാണ്. ശരിക്കും ഓരോ നിമിഷവും ആവശ്യമാണ് അല്ലേ? ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യം അറിയാത്തതുണ്ടോ? അറിയോ? അവന്റെ കാരുണ്യം കൊണ്ട് അവൻ എല്ലാ നിമിഷവും നമുക്ക് അവന്റെ ആവശ്യം ഉണ്ടാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല. അല്ലാഹ് പറയാ, നിനക്ക് ശ്വസിക്കണമെങ്കിൽ നിനക്ക് എന്നെ ആവശ്യമാണ്. ആ ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് മരിച്ചു പോയിരുന്നു. പക്ഷെ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹ് എല്ലാം നമുക്ക് ഫ്രീ ആക്കി വിട്ടു തന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ അല്ലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട് ചെന്ന് മുട്ടി നിൽക്കുമ്പോഴാണ് നമുക്കിത് അവന് ആവശ്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുൽഹുല്ലാഹു അല്ലാഹു സമദ് അല്ലാഹു സമദ് അല്ലാഹു സമദ് എന്ന് ദിവസത്തിൽ ഒരു എത്ര പ്രാവശ്യം പറഞ്ഞാലും ആ അള്ളാഹു സമദിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു സമദ് പറയാൻ നാവ് പൊക്കാൻ അവന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല അല്ലെ? ചിന്തിക്കാറുണ്ടോ നമ്മൾ? അള്ളാഹു സമദിൽ സുബ്ഹാനല്ലാഹ്, അവന് നമ്മൾ ആവശ്യമില്ല. അപ്പം അള്ളാഹിന്റെ അൽ ഹൈ അൽ ഖയ്യൂം എന്ന് പറയുന്ന ആ 2 പേരുകൾ അല്ലെ, അത് രണ്ടും എന്താണ്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പേരുകളായി, അള്ളാഹു ആയി അല്ലെ. അവൻ അത് രണ്ടും ആയതുകൊണ്ട് തന്നെ അവനെ മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അവൻ മാത്രമേ ഇലാഹുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അള്ളാഹിന്റെ ഈ 2 പേരുകൾ ഉപയോഗിച്ച് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് മറുപടി കൊടുക്കുന്നതാണ് അല്ലെ? അതായത് ഏറ്റവും മാഗ്നിഫിസന്റ് ആയിട്ടുള്ള ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള 2 പേരുകളാണ്. അവൻ അതിന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ഈ പേരുകൾ എവിടേക്കാ വന്നിട്ടുള്ളത്? സൂറ ബഖറയിൽ നമ്മൾ ഓൾറെഡി കണ്ടു, ആയത്തുൽ കുർസിയിൽ അല്ലെ? ഇപ്പൊ കണ്ടു ഈ 2-ാമത്തെ ആയത്തില്. ഇനി സൂറ ത്വാഹയില് 111-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായുള്ളവന് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാലേ നമ്മളുടെയൊക്കെ വജഹകൾ അവന് ശരിക്കും ശരിയായ അർത്ഥത്തിൽ അല്ലെ നെറ്റി കൊണ്ട് നിലത്ത് കുത്തുന്നതല്ലാതെ ഹൃദയം കൊണ്ട് നമ്മൾ കീഴൊതുങ്ങുന്നത്. അള്ളാഹു ആ അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുക, എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും സ്വപ്നം കാണുക. അള്ളാഹു ആ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും എത്തിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സാഹചര്യങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്യുമായിരുന്നു അല്ലേ? അള്ളാഹിന്റെ നാമങ്ങൾ ഉപയോഗിച്ച് തന്നെ ദുആ ചെയ്യുമായിരുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും എഫക്റ്റീവായത്, അള്ളാഹു ഉറപ്പായിട്ട് മറുപടി തരുന്നുള്ള നാമങ്ങളാണ് യാ ഹയ്യു യാ ഖയ്യൂം. നമ്മളൊക്കെ ഒരുപക്ഷെ രാവിലെയും വൈകുന്നേരവും ഒക്കെ അല്ലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആ നമ്മൾ ചൊല്ലാറുണ്ട്. എന്താണ് ആ ദുആൻ പവർ അല്ലേ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഈ നാമങ്ങളോട് പറയാൻ പറഞ്ഞത്? അള്ളാഹിന്റെ എല്ലാ സിഫാത്തുകളും അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ നല്ല കുക്കാന്ന് വിചാരിക്കും കേട്ടോ. നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ 10ഉം 15ഉം 20ഉം ഡിഷൊക്കെ ഒറ്റ കൈ കൊണ്ട് നിന്ന് ഉണ്ടാക്കുന്ന ആളാണ്. നമുക്ക് നല്ല പേരാണ് ആ കാര്യത്തിൽ നോക്കാം. ഓക്കെ. അപ്പം നമ്മളെ ഹസ്ബൻഡ് വന്നിട്ട് ആരെങ്കിലും വേറൊരാൾ വന്നാൽ ഓരോട് പറയാം, ഇവളുണ്ടല്ലോ, ഇവളാൾ അടിപൊളിയാ, നന്നായിട്ട് ഉപ്പേരി ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നില്ല. ഇത് ഞാൻ ഉപ്പേരി മാത്രം ഉണ്ടാക്കുക, ഞാൻ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കൂലേ? മൂപ്പരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെന്ത് വർത്താനങ്ങൾ പറഞ്ഞത്, അപ്പൊ ഞാൻ ബാക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയോ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷം അല്ലേ? സുബ്ഹാനല്ലാഹ്. ശരിക്കും അൽ ഹൈ അൽ ഖയ്യൂം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സിഫാത്തുകളും അതിനകത്ത് പെട്ടു. സുബ്ഹാനല്ലാഹ് അല്ലേ? അവനാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്, നിയന്ത്രിക്കുന്നത്. ഇവൻ എന്നെയും എൻ്റെ ഈ ശ്വാസത്തിനെയും, ഞാൻ ഈ സംസാരിക്കാൻ വേണ്ടി ഓരോ തവണ നാവ് പൊക്കുമ്പോൾ ആ നാവിനെ പൊക്കാൻ അനുവദിക്കുന്നത് അവനാ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ വാക്കുകളും മിസ്സാക്കാതെ കേൾക്കാൻ അനുവദിക്കുന്നത് അവനാ. ആ കേൾക്കുന്നത് ഹൃദയത്തിന് തട്ടാൻ അനുവദിക്കുന്നത് അവനാ അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അവന് നമ്മളുടെ എല്ലാ ദുആകൾക്കും ഉത്തരം നൽകാൻ പറ്റും. അപ്പം ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലെ അൽ ഹൈ അൽ ഖയ്യൂം എന്നുള്ള നാമം ഉപയോഗിച്ച് അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യാം.
ഓക്കെ, നമ്മൾ ദുആ ചെയ്യാറുണ്ട്, നമ്മൾ അള്ളാഹിന്റെ പേരുകളൊക്കെ ഉപയോഗിച്ച് ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പേരുകളും എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും ശരിയായ അവസ്ഥയിൽ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. അങ്ങനെ ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ള, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു ഈ ലോകത്തിനെ പോലും നിലനിർത്തുന്ന ആ ഒരു ഘനമേറിയ വാക്കുകളുടെ ശരിയായ അർത്ഥത്തിലേക്ക് എത്തിയിട്ട് മരിക്കാനുള്ള തൗഫീക്ക്, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും, നമ്മളുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ മക്കൾക്കും, നമ്മുടെ വരുന്ന തലമുറകൾക്കും അള്ളാഹു തരട്ടെ. അതിന്റെ ആ ഒരു സന്ദേശത്തിന്റെ വാഹകരായി മാറ്റാനുള്ള തൗഫീക്ക് നമുക്കും റബ്ബ് തരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ഇതറിയാത്ത, ഈ ഭാഗ്യം കിട്ടാത്ത ആളുകളിലേക്കൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഹിക്മത്തോടു കൂടി അവന്റെ തൗഫീക്കിന് തേടിക്കൊണ്ട് അത് എത്തിക്കാനുള്ള തൗഫീക്കും റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.